ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ കളർ ഓഫ് ഡെത്ത്, അധ്യായം 5. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിന്ന് പോലീസ് ജീപ്പ് വലത്തേക്ക് തിരിഞ്ഞു. കാളിച്ചരൺ 540 സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ അതിനു പിന്നാലെ വിട്ടു. ഇവന്മാരെ എങ്ങനെ ഓടിക്കും കാളി? പോലീസ് ജീപ്പിൽ നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെയായിരുന്നു മണിക്കുട്ടൻ്റെ ചോദ്യം. അതിന് മാർഗമുണ്ടാവുമടാ. എല്ലാവരും പറയുന്നത് പോലെ മുകളിലിരുന്ന് ദൈവം കാണുന്നുണ്ടല്ലോ. അവൻ്റെ ഉള്ളിൽ എന്താണെന്ന് വ്യക്തമായില്ല മണിക്കുട്ടന്. നേർത്ത മഞ്ഞിനിടയിലൂടെ ജീപ്പുകൾ രണ്ടും ഒരു നിശ്ചിത അകലത്തിൽ ഓടിക്കൊണ്ടിരുന്നു. KGF പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ വളപ്പിലേക്ക് വെള്ളയൻ ജീപ്പ് തിരിച്ചു. അതൊരു ചെറിയ കെട്ടിടത്തിന് മുന്നിൽ ചെന്ന് നിന്നു. അത് ശ്രദ്ധിച്ചിട്ട് കാളി അല്പം കൂടി മുന്നോട്ട് നീക്കി ജീപ്പ് നിർത്തി. പിന്നെ സെൽഫോൺ എടുത്ത് തിമ്മക്കയുടെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. ഫോൺ ഡയറക്ടറിയിൽ നിന്ന് അവൻ ആ നമ്പർ ശേഖരിച്ചിരുന്നു. തിമ്മക്കയുടെ ബംഗ്ലാവിനെ നടുക്കുന്നത് പോലെ റിംഗ് ശബ്ദം മുഴങ്ങി. ഉറക്കത്തിൽ നിന്ന് അവർ ഞെട്ടിയുണർന്നു. അതിരാവിലെ ഇങ്ങനെ ഫോൺ അലറി വിളിച്ചത് ഒട്ടും ഇഷ്ടമായില്ല അവർക്ക്. അതറിയാവുന്ന ഒരു പരിചാരകൻ ഓടിയെത്തി ഫോൺ എടുത്തു. ഹലോ, തിമ്മക്കയില്ലേ? അപ്പുറത്തുനിന്ന് ചോദ്യം. നിങ്ങളാരാ? അവരെ പേര് ചൊല്ലി വിളിച്ചത് പരിചാരകന് ഇഷ്ടമായില്ല. നിന്റെ തന്ത, കൊടുക്കട റാസ്കൽ, ഫോൺ അവൾക്ക്. പരിചാരകന് ദേഷ്യം വന്നു. ഏയ്, നിങ്ങൾ ആരെക്കുറിച്ചാ സംസാരിക്കുന്നതെന്നറിയാമോ? അതൊന്നും പറയാനുള്ള നേരമില്ലടാ ഇപ്പോൾ. നീ ഫോൺ കൊടുക്കടാ അവൾക്ക്. പരിചാരകന്റെ ഒച്ച ഉയരുന്നത് കേട്ടപ്പോൾ തിമ്മക്ക കാറ്റിൻ്റെ വേഗത്തിൽ എഴുന്നേറ്റ് വന്നു. ആരടാ? അവരെ കണ്ടതും പരിചാരകൻ പരുങ്ങി. അറിയത്തില്ലമ്മേ, രാവിലെ ഫോണിലൂടെ ചീത്ത വിളിക്കുന്നു. തിമ്മക്ക റാഞ്ചും പോലെ റിസീവർ വാങ്ങി. ആരാ? ഓ, തമ്പുരാട്ടി, പള്ളി ഉറക്കം കഴിഞ്ഞ് ഉണർന്നോ? അതുപോട്ടെ, നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുകയെ ഞാൻ. തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ജയിക്കാൻ ഒരവസരം. അപ്പുറത്തെ ശബ്ദം ഗൗരവത്തിലായപ്പോൾ പല്ല് കടിച്ചുകൊണ്ടെങ്കിലും തിമ്മക്ക കാതുകൂർപ്പിച്ചു. നിങ്ങളുടെ PA കട്ടാരി പാണ്ടിനെയും മറ്റും കേരളത്തിൽ വച്ച് അറസ്റ്റ് ചെയ്ത പോലീസ് സംഘം ഇപ്പോൾ കോളാറിലെത്തിയിട്ടുണ്ട്. അവരുടെ ടാർഗറ്റ് നിങ്ങളാണെന്ന് ഞാൻ പറയണ്ടല്ലോ. തിമ്മക്കയുടെ ഞരമ്പുകളിൽ ചോര വീർത്തു. അപ്പുറത്തെ ശബ്ദം തുടർന്നു. സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയച്ചിട്ട് നിങ്ങളുടെ ആൾക്കാരെ പിന്തുടർന്ന് കൊന്നത് അവർ തന്നെയാ. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കുണ്ടാവുമെന്ന് എനിക്കറിയാം. മിന്നൽ വേഗത്തിൽ തിമ്മക്കയുടെ ഉറക്കച്ചടവ് മാറി. ചോരയിൽ മുളകുപൊടി കലർന്നതുപോലെ ഒരു നീറ്റൽ. കട്ടാരി പാണ്ഡ്യൻ, തൻ്റെ വിശ്വസ്തൻ, വലം കൈ, അവനെ കൊന്നവർ കോളാറിൽ. അപ്പുറത്തുനിന്നും വീണ്ടും ശബ്ദം കേട്ടു. ഇപ്പോഴവർ പോലീസ് ക്വാർട്ടേഴ്സ് നമ്പർ 10 ഇവിടുത്തെ പോലീസ് അവരെ സഹായിക്കുമെന്ന് നിങ്ങൾ ഓർക്കണം. നീ ആര്? അതുകൂടി പറ, തിമ്മക്ക തിരക്കി. അത് വേണ്ട മാഡം. പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാനാണെന്നെങ്ങാനും അറിഞ്ഞ് ആ മഹിപാൽ യാദവ് എന്നെയും പൊക്കി അകത്തിട്ടാലോ? അപ്പുറത്ത് ഫോൺ കട്ടായി. റിസീവറും പിടിച്ചുകൊണ്ട് തിമ്മക്ക ഒരു നിമിഷം നിന്നു. പിന്നെ അലറി. വസന്തരാജേ! മക്കൾ 3 പേരും ഒന്നിച്ചാണ് ഹാളിൽ ഓടിയെത്തിയത്. ഗെറ്റ് റെഡി, നമ്മുടെ ആളുകളെ മുഴുവൻ വിളിക്ക്. അമ്മയുടെ ശബ്ദത്തിലെ തിടുക്കത്തിൽ നിന്ന് വസന്തരാജനും അനുജന്മാർക്കും ഒരു കാര്യം ബോധ്യമായി. സംഗതി സീരിയസ് ആണ്. അപ്പോൾ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് ചിരിക്കുകയായിരുന്നു കാളിച്ചരൺ. നീ എന്തു പണിയാടാ ഈ കാണിച്ചത്? അവരോട് പറഞ്ഞതൊക്കെ സത്യമാണോ? മണിക്കുട്ടൻ നെറ്റി ചുളിച്ചു. പകുതി. കാളി ജീപ്പ് വിട്ടു. കട്ടാരി പാണ്ഡ്യനെയും സംഘത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തതും വിട്ടയച്ചതും സത്യമാ. പക്ഷേ അവരെ കൊന്നത് പോലീസ് ഒന്നുമല്ല. പക്ഷേ വിശ്വജാലയെ രക്ഷിക്കാനായി എനിക്കിങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. എന്നാലും മണിക്കുട്ടനും സംശയം. കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞോ? കഴിഞ്ഞ ദിവസം മഹിപാൽ സാർ പറഞ്ഞതാടാ. കാളിച്ചരൺ ജീപ്പിൻ്റെ വേഗത കൂട്ടി. ഇനി നമ്മളിവിടെ തങ്ങേണ്ട കാര്യമില്ല. സംഭവാമി യുഗേ യുഗേ എന്നുവെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല. ആകുമ്പോൾ പറഞ്ഞു തരാം. കൃത്യം 15 മിനിറ്റ്. ഇരച്ചുവന്ന അസ്റ്റൻ മാർട്ടിൻ കാറും 4 വെളുത്ത സുമോ വാനുകളും പോലീസ് ക്വാർട്ടേഴ്സ് വളപ്പിലേക്ക് വെട്ടിത്തിരിഞ്ഞു കയറി. കാർ നിന്ന നിമിഷത്തിൽ തിമ്മക്കയും മക്കളും ചാടിയിറങ്ങി. സുമോകളിൽ നിന്ന് അനുചരപ്പടയും. കേരള പോലീസിനെ അവിടെ ഇറക്കിയിട്ട് ഡ്രൈവർ വെള്ളയൻ ജീപ്പുമായി പോയിരുന്നു. CI മധുചന്ദ്രൻ ബാത്റൂമിലാണ്. സാവന്ത് പല്ല് ബ്രഷ് ചെയ്യുന്നു. ജോർജ് ജേക്കബ് കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ഒരു തലയണ എടുത്തുവെച്ച് അതിൽ ചാരിക്കിടക്കുകയാണ്. ഇന്ന് തന്നെ അവളെ പിടികിട്ടിയാൽ വൈകിട്ടത്തെ ട്രെയിനിന് നമുക്ക് കേരളത്തിലേക്ക് തിരിക്കാമായിരുന്നു, അല്ലേ ജോർജ് സാറേ? വാഷ് ബേസിനിലേക്ക് തുപ്പിയിട്ട് സാവന്ത് തിരിഞ്ഞു. അത് പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ കൂടെ വനിതാ പോലീസ് ഇല്ലല്ലോ. ഇവിടുത്തെ ഒരാളെ കൂടെ കൂട്ടേണ്ടി വരും. അതിനുള്ള അനുമതി കിട്ടിയാൽ നമുക്ക് യാത്രയാവാം. സാവന്ത് വീണ്ടും എന്തോ ചോദിക്കാൻ ഭാവിക്കുമ്പോൾ
വാതിൽ പാളി തകർന്നു വീഴുന്ന മട്ടിൽ മുട്ടുതുടരുകയാണ്. ഒപ്പം ശബ്ദവും. ബിച്ചു. പിച്ചാനോ? ആരെ പിച്ചാൻ? സാവന്ത് ചിരിച്ചു. പിച്ചാനല്ലടാ, ബിച്ചു എന്ന് പറഞ്ഞാൽ തുറക്കാൻ വാതില്. ജോർജ് ജേക്കബിന് കുറേശ്ശെ കന്നഡ അറിയാം. ഓ അങ്ങനെ. സാവന്ത് ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ കത്തുന്ന തീപ്പന്തം പോലെ നിൽക്കുന്ന തിമ്മക്ക. അവർക്ക് പിന്നിൽ എന്തിനും തയ്യാറായവർ. സാവന്ത് പകച്ചു. തിമ്മക്കയെ അയാൾക്കറിയില്ലല്ലോ. എന്തു വേണം? അയാൾ അവരെ മാറി മാറി നോക്കി. നീനു യാക്കെ ബന്ധേ? തിമ്മക്ക ചീറി. സാവന്തിന് മനസ്സിലായില്ല. ജോർജ് ജേക്കബ് എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ പോലീസാ, അയാൾ കന്നഡയിൽ അറിയിച്ചു. വന്നത് എന്തിനെന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമെന്താ? തിമ്മക്കയുടെ കണ്ണുകളിൽ തീ എരിഞ്ഞു. കാലുയർത്തി ഒറ്റ ചവിട്ടായിരുന്നു അവർ ജോർജ് ജേക്കബിന്റെ അടിവയറ്റിൽ. അയ്യോ! അയാൾ വേച്ച് പിന്നോട്ട് വന്ന് സാവന്തിനെ കയറിപ്പിടിച്ചു. എങ്കിലും അവർ ഇരുവരും കൂടി തറയിൽ വീണു. ദേ പെണ്ണുമ്പിള്ളെ, തെമ്മാടിത്തരം കാണിക്കരുത്. അവിടെ കിടന്നുകൊണ്ട് സാവന്ത് കൈ ചൂണ്ടി. നമ്മുടെ കട്ടാരിയെയും മറ്റും കൊന്നവരെ തല്ലിക്കൊല്ലടാ. കൽപ്പിച്ചുകൊണ്ട് തിമ്മക്ക ഒരു വശത്തേക്ക് നീങ്ങി നിന്നു. ആൺമക്കളും സൈന്യവും അകത്തേക്ക് കുതിച്ചു കയറി. ജോർജ് ജേക്കബിന്റെയും സാവന്തിന്റെയും നിലവിളി കേട്ടാണ് CI മധുചന്ദ്രൻ ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നത്. മുന്നിലെ കാഴ്ച അയാളെ നടുക്കി. ഏയ്, എന്താ ഇത്? ചോദ്യം പൂർത്തിയാകും മുൻപ് ആ സംഘം അയാൾക്ക് മേലും ചാടി വീണു. പോലീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് കൂട്ട നിലവിളിയും അട്ടഹാസങ്ങളും മുഴങ്ങി. അടുത്ത ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർ ഓടിയെത്തി. എന്നാൽ തിമ്മക്കയെയും മക്കളെയും കണ്ട് അവർ സൂത്രത്തിൽ പിൻവാങ്ങി. 5 മിനിറ്റിനുള്ളിൽ തിമ്മക്കയുടെ സംഘം ക്വാർട്ടേഴ്സിൽ നിന്ന് പുറത്തിറങ്ങി. അകത്ത് ഒടിഞ്ഞു ചതഞ്ഞ നിലയിൽ 3 പോലീസ് ഓഫീസേഴ്സും ഉണ്ടായിരുന്നു. തിമ്മക്കയുടെ വാഹനവ്യൂഹം വട്ടം തിരിഞ്ഞ് റോഡിലേക്ക് പോയി. ആരോ വിവരം നൽകിയതനുസരിച്ച് SP മഹിപാൽ യാദവ് പാഞ്ഞെത്തി. കേരള പോലീസിന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. SP വന്നതോടെ മറ്റു ക്വാർട്ടേഴ്സുകളിൽ നിന്ന് പോലീസ് എത്തി. ആരാ ഇവിടെ വന്നത്? മഹിപാൽ യാദവിന്റെ മുഖത്ത് കോപവും അവിശ്വസനീയതയും തിങ്ങി. തിമ്മക്ക. കൂട്ടത്തിൽ ആരോ പറഞ്ഞു. ഇത്രയൊക്കെ അവർ ചെയ്തിട്ടും നിങ്ങളൊക്കെ നോക്കി നിന്നു അല്ലേ? ആർക്കും മറുപടിയില്ല. മഹിപാലിന്റെ കടിച്ചു പിടിച്ച പല്ലുകളിലൂടെ രോഷം പുറത്തു ചാടി. അവരെ നിങ്ങളങ്ങ് കൊന്നിരുന്നെങ്കിൽ പോലും സ്വയം കുറ്റമേറ്റ് നിങ്ങളെ ഞാൻ സംരക്ഷിച്ചേനെ. പോലീസാണെന്ന് പറയുന്ന ശവങ്ങൾ. SP കാറിത്തുപ്പി. നാണമില്ലേ നിങ്ങൾക്ക്? ഞങ്ങൾക്ക് ഭാര്യയും മക്കളും ഒക്കെയുണ്ട് സാർ. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ. ആരോ പിറുപിറുക്കുന്നത് മഹിപാൽ കേട്ടു. അത് ശ്രദ്ധിക്കാതെ അയാൾ വേഗം കേരളത്തിൽ നിന്നുള്ള പോലീസുകാരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. രാവിലെ 11 മണി. തിമ്മക്കയുടെ സെൽ നമ്പറിലേക്ക് രുദ്രേഷ് ഗൗഡയുടെ കോൾ വന്നു. തിമ്മക്ക എവിടേക്കോ പോകുവാൻ ഒരുങ്ങുകയായിരുന്നു. എന്താ രുദ്രേഷ്? അവർ തിരക്കി. അപ്പോൾ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്താ? അവരുടെ കണ്ണുകൾ കുറുകി. അന്ന് നിങ്ങൾ ആ പോർച്ചെവിയന്റെ ചെറുമകളെ ഫോൺ ബൂത്ത് തകർത്ത് ഇറക്കി വിട്ടില്ലേ? ഓ, അതിന്? അവള് വീണ്ടും ബൂത്ത് തുറക്കാൻ പോകുന്നു. പൊട്ടിയ ഗ്ലാസുകളും മറ്റും മാറ്റിക്കഴിഞ്ഞു. ഇന്ന് 11:30 കാൽവയ്പ്. കേട്ടത് വിശ്വസിക്കാനായില്ല തിമ്മക്കയ്ക്ക്. ചില പീറകൾ പോലും. തൻ്റെ കൽപ്പനയെ ധിഖരിക്കുന്നു. എങ്കിൽ എനിക്കതൊന്ന് കാണണം രുദ്രേഷ്. കാറ്റായി അവർ ഹാളിലേക്ക് വന്നു. ഞാൻ വരണോ? രുദ്രേഷ് ഗൗഡ തിരക്കി. വേണ്ട. തിമ്മക്ക ഫോൺ കട്ട് ചെയ്തിട്ട് ക്ലോക്കിലേക്ക് നോക്കി. എന്നിട്ട് മക്കളെ വിളിച്ചു. 11:30. SP മഹിപാൽ യാദവാണ് ജാനകിയുടെ ബൂത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ജനം കൈയടിച്ചു. KGFിലെ നല്ലൊരു വിഭാഗം കനിത്തൊഴിലാളികളും അവിടെയുണ്ടായിരുന്നു. ഒപ്പം കാളിച്ചരനും മണിക്കുട്ടനും. പോർച്ചെവിയൻ ചെറുമകളുടെ സംരക്ഷണത്തിനെന്ന വണ്ണം പുറത്ത് ഒരു പഴയ കസേരയിൽ കരുതലോടെ ഇരിക്കുകയാണ്. മഹിപാൽ യാദവ് റിസീവർ എടുത്ത് ആദ്യത്തെ കോൾ വിളിച്ചു. തിമ്മക്കയുടെ നമ്പറിലേക്ക്. ആദ്യ ബെല്ലിന് തന്നെ ഫോൺ എടുക്കപ്പെട്ടു. ഹലോ, ഞാനാ തിമ്മക്കെ. മഹിപാൽ യാദവ്. ഒരു കാര്യം അറിയിക്കാൻ വിളിച്ചതാ. കാര്യമൊക്കെ എനിക്കറിയാമട നായേ. എല്ലാം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാ. തിമ്മക്ക ചീറി. മഹിപാൽ യാദവിന്റെ നട്ടലിൽ ഒരു തരിപ്പുണ്ടായി. അയാൾ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. ഞെട്ടലോടെ കണ്ടു. ബൂത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന പുരുഷാരത്തിന് പിന്നിൽ റോഡിനപ്പുറത്തെ ഭാഗത്ത് തിമ്മക്കയുടെ വാഹനവ്യൂഹം. അവയിൽ ചാരി തിമ്മക്കയും മക്കളും സൈന്യവും. അവർ അവിടെ വന്നതുപോലും ആരും കണ്ടില്ല. മഹിപാൽ യാദവിന്റെ മുഖഭാവം കണ്ട് മേശയിൽ കൈകളൂന്നി ജാനകിയും റോഡിലേക്ക് നോക്കി. അവളുടെ മുഖം വിവരണമായി. മഹിപാൽ അവളോട് ഒന്നുമില്ലെന്ന് കണ്ണടച്ചു കാണിച്ചു. പിന്നെ ഫോണിലൂടെ തിമ്മക്കയോട് പറഞ്ഞു. ഈ നിൽക്കുന്ന ജനങ്ങളെ കണ്ടല്ലോ. എല്ലാവരുടെയും പിന്തുണയുണ്ട് ഈ കുട്ടിക്ക്. ഇനിയും നിങ്ങളിവിടെ എന്തെങ്കിലും ഷോ കാണിക്കാൻ മുതിർന്നാൽ നിങ്ങളെ പിച്ചി ചീന്താൻ കാത്തു നിൽക്കുന്ന ജനങ്ങൾക്ക് നിങ്ങളായിട്ട് അവസരമുണ്ടാക്കി കൊടുക്കരുത്. തിമ്മക്ക കോപത്തോടെ കോൾ മുറിച്ചു.
മഹിപാൽ യാദവ് റിസീവർ വെച്ചു. പിന്നെ പേഴ്സിൽ നിന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് ജാനകിയുടെ കൈവെള്ളയിലേക്ക് വെച്ചു. ചില്ലറയില്ല സർ, അവൾ അറിയിച്ചു. ഉദ്ഘാടനമല്ലേ, ബാക്കി കുട്ടി വെച്ചോളൂ. അയാൾ അവളുടെ തോളിൽ മൃദുവായി തട്ടി. ജാനകിയുടെ മുഖത്തെ ഭീതി വിട്ടുമാറിയിരുന്നില്ല. അവര് വരുമോ സാറേ? ഇല്ലെന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? മഹിപാൽ യാദവ് പുറത്തിറങ്ങി. പിന്നെ തിമ്മക്കയെ ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കു വേണമെങ്കിലും ഇവിടെ വന്ന് ഫോൺ ചെയ്യാം, അല്ലാതെ ഗുണ്ടായിസത്തിന് വന്നാൽ നമ്മൾ വിടുമോ? ഇല്ല ഇല്ല. ജനത്തിൻ്റെ ആവേശം ആരവമായി. അത് കേട്ട് തിമ്മക്ക പല്ലിറുമി. ഇപ്പോൾ പോയാൽ നാണക്കേടാകുമെന്ന് തിമ്മക്കയ്ക്കറിയാം. അതുകൊണ്ട് അവിടെ തന്നെ നിന്നു. കാളിച്ചരനും മണിക്കുട്ടനും ഇമ്പദോസും ധനരാജും അടങ്ങുന്ന ജനക്കൂട്ടം അവർക്കരികിലെത്തി. എന്താ തിമ്മക്ക, ഇനിയും ഈ ബൂത്ത് തല്ലിപ്പൊളിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വേണം, മണിക്കുട്ടൻ പറഞ്ഞു. എടാ, വസന്തരാജ് മുന്നോട്ടാഞ്ഞു. അനുചരന്മാർ ആയുധങ്ങളിൽ പിടിമുറുക്കി. വേണ്ട. തിമ്മക്ക കൈ ഉയർത്തി. ചിറക് മുളച്ചു പറക്കുന്ന ഈയലിന് പ്രപഞ്ചം വെട്ടിപ്പിടിക്കുന്ന സന്തോഷമായിരിക്കും. ഒരു മഴയോ കാറ്റോ വന്നാൽ അതോടെ ജീവിതം തീർന്നെന്ന് അവരറിയുന്നില്ല. ഇപ്പോൾ ഇവൻ ചിലക്കട്ടെ. നാവില്ലാതായാൽ പിന്നെ അതിന് കഴിയില്ലല്ലോ. ഓഹോ. ഒരടി കൂടി മുന്നോട്ട് നീങ്ങി മണിക്കുട്ടൻ. എന്നിട്ട് നാവ് നീട്ടിപ്പിടിച്ചു. ഇന്നാടി, നാവിറക്കടി, എടി ഇറക്കാൻ. മണിക്കുട്ട. കാളിച്ചരൺ അവനെ പിന്നോട്ട് നീക്കിയിട്ട് മുന്നിലെത്തി. തിമ്മക്ക, നമുക്ക് തമ്മിൽ ഒത്തിരി കണക്ക് തീർക്കാനുണ്ട്. അതിനിടയ്ക്ക് നിങ്ങൾ പുതിയൊരു അംഗത്തിനു കൂടി വഴിമരുന്നിടരുത്. അങ്ങനെ ചെയ്യില്ലെന്നറിയാം. എന്നാലും ഓർമ്മിപ്പിക്കുക, ഈ ബൂത്തിനോ ആ പാവം പെങ്കൊച്ചനോ എന്തെങ്കിലും സംഭവിച്ചാൽ. ഒന്ന് നിർത്തിയിട്ട് അവൻ തുടർന്നു, കോടതിയിൽ നിന്ന് വാങ്ങിവച്ചിരിക്കുന്ന മുൻകൂർ ജാമ്യത്തിനൊന്നും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ബംഗ്ലാവിൽ കയറി ഞാൻ വെട്ടും, ഓർത്തോ. തിമ്മക്കയുടെ ചുണ്ടിൽ ഒരു ചിരിമിന്നി. കാളിച്ചരൺ, നീ കൊള്ളാം, മുളകുപോലെ നീറുന്നവൻ. പക്ഷേ എൻ്റെ ഡയറിയിൽ നിന്റെ പേര് ഞാൻ കുറിച്ചു കഴിഞ്ഞതാടാ, കൊല്ലാനുള്ളവരുടെ ലിസ്റ്റിൽ. പിന്നെ നിന്റെ മറ്റവൾ വിശ്വജാല, സൈനൈഡ് ഹില്ലിൽ ഏത് ഭാഗത്ത് വെച്ച് അവളെ കൊല്ലണമെന്ന് കൃത്യമായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അധികം വൈകാതെ നമുക്ക് കാണേണ്ടി വരും. തിമ്മക്ക കാറിൽ കയറി. രോഷത്തോടെ അവനെ നോക്കിയിട്ട് മക്കളും. വാഹനങ്ങൾ നീങ്ങിത്തുടങ്ങിയപ്പോൾ ജനം കൂവി. പിന്തിരിയാൻ ഭാവിച്ച കാളിയുടെ അടുത്തേക്ക് മഹിപാൽ യാദവ് വന്നു. അവനെ മാത്രം അകലേക്ക് മാറ്റി നിർത്തി സംസാരിച്ചു. കേരള പോലീസ് എത്തി. കാളിച്ചരൺ അമ്പരപ്പ് ഭാവിച്ചു. സർ, വിശ്വജാലയെ. മഹിപാലിൻ്റെ നോട്ടം അവൻ്റെ കണ്ണുകളിലായിരുന്നു. തൽക്കാലം അവൾ രക്ഷപ്പെട്ടടാ. കേരള പോലീസിനെ തിമ്മക്ക ആക്രമിച്ചു. അവർ ഹോസ്പിറ്റലിലാണ്. വൈകിട്ട് അവരെ ആംബുലൻസിൽ കേരളത്തിലെ ഹോസ്പിറ്റലിലേക്ക് അയക്കും. സർ, ഇതെങ്ങനെ? അവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ മഹിപാൽ തടഞ്ഞു. എങ്ങനെയെന്ന് എന്നേക്കാൾ നന്നായി നിനക്കല്ലേ അറിയൂ. സർ, വിളറിപ്പോയി കാളി. വേണ്ട, തൽക്കാലം അവൾ രക്ഷപ്പെട്ടെന്നേയുള്ളൂ. അവർ പോയാൽ മറ്റൊരു കൂട്ടർ വരും അവളെ കൊണ്ടുപോകാൻ. മഹിപാൽ തിരിഞ്ഞു നടന്നു. കാളിച്ചരൺ കാലുകൾ തറഞ്ഞതുപോലെ അവിടെ തന്നെ നിന്നു. കുട്ടിക്കാനം. കുമളിയിൽ ഒരു ഓട്ടം പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഡ്രൈവർ മോനി. കുട്ടിക്കാനത്ത് നിന്ന് ജീപ്പ് ഏലപ്പാറ റോഡിലേക്ക് തിരിഞ്ഞതും പീരുമേട് പോലീസ് കൈ കാണിച്ചു. മോനിയുടെ ഉള്ളിൽ ഒരു മിന്നലുണ്ടായി. കഴിവതും പോലീസിൻ്റെ കണ്ണിൽപ്പെടാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്ര ചെയ്തത്. അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങിനിടെ വിൻസെൻ്റ് അലിമാവ് മരിച്ച സംഭവത്തിൽ കാളിച്ചരണിനെ തിരയുകയാണ് പോലീസ്. അവൻ്റെ കൂടെ സഹായിയായി പ്രവർത്തിച്ചിരുന്ന തന്നെ എപ്പോഴെങ്കിലും പോലീസ് പിടിക്കുമെന്ന് അയാൾക്കുറപ്പുണ്ടായിരുന്നു. റേസിൽ കാളിയെ സ്പോൺസർ ചെയ്തിരുന്ന മദ്രാസ് കമ്പനിയുടെ മാനേജരും സൂക്ഷിക്കണമെന്ന് തന്നോട് പറഞ്ഞിരുന്നു. മോനി റോഡിൻ്റെ ഇടതുഭാഗത്തേക്ക് ചേർത്ത് ജീപ്പ് നിർത്തി. SIയും ഒരു പോലീസുകാരനും ജീപ്പിനടുത്തേക്ക് വന്നു. ഇറങ്ങിവാടാ. ബസ് സ്റ്റോപ്പിലും കടകളുടെ വരാന്തയിലുമൊക്കെ നിന്നവർ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടുകൊണ്ടാണ് മോനി ഇറങ്ങിയത്. എന്താ സാറേ? മോനി കാക്കി ഷർട്ട് ഒന്ന് ഇളക്കിയിട്ടു. ശേഷം കോളറിന് പിന്നിൽ മടക്കി വെച്ചിരുന്ന കർച്ചീഫ് വലിച്ചെടുത്തു മുഖം തുടച്ചു. കാളിച്ചരൺ എവിടെയാടാ? അത് ഞാനെങ്ങനെ അറിയും സാർ? നീയായിരുന്നില്ലേ അവൻ്റെ സഹായി? SI അയാളെ അടിമുടി നോക്കി. അതെ സാർ. കള്ളം പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മോനിക്കറിയാം. പക്ഷേ ആ സംഭവത്തിന് ശേഷം അവനെ ഞാൻ കണ്ടിട്ടില്ല സാർ. ജീപ്പ് മറിഞ്ഞ് വെള്ളത്തിലൂടെ അവൻ ഒലിച്ചു പോയോ എന്നാ എൻ്റെ സംശയം. SIയുടെ ചുണ്ടിൽ ഒരു പരിഹാസപ്പുഞ്ചിരി വന്നു. അയാൾ തല കുടഞ്ഞു. ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, വാസുകി. അവളോ? അവളെയും പിന്നെ കണ്ടില്ല സാർ. SIയും കോൺസ്റ്റബിളും പരസ്പരം നോക്കി. അപ്പോഴേക്കും പള്ളിക്കുന്നിലെയും കുട്ടിക്കാനത്തെയും മറ്റ് ഡ്രൈവർമാർ അടുത്തുകൂടി. സാറേ, നിങ്ങൾക്ക് കാളിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന് മോനി എന്നെ വേണം. SI അമർത്തി മൂളി. അതൊക്കെ പിന്നെ മനസ്സിലാകും. തൽക്കാലം നീ പൊയ്ക്കോ. മോനി ജീപ്പിൽ കയറി.
എന്നാൽ വൈകിട്ട് ഓട്ടം നിർത്തി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മോനി ഇരുൾ കട്ട പിടിച്ചു തുടങ്ങിയിരുന്നു. പെട്ടെന്ന് തേയില ചെടികളിൽ വെളിച്ചം തൊട്ടുഴിഞ്ഞു. തറയിൽ നിന്ന് മുളച്ചതുപോലെ ഒരു ജീപ്പ് പിന്നിൽ. മോനി സൈഡൊഴിച്ചു. ജീപ്പ് മുന്നിൽ കിടന്ന് കുറുകെ നിന്നു. പോലീസുകാർ ആയിരിക്കുമെന്ന് മോന് കരുതി. പക്ഷേ അതിൽ നിന്ന് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയവരെ കണ്ട് അയാൾ കിടുങ്ങിപ്പോയി. ജാക്സൺ അലിമാവോയും റോക്കി അലിമാവോയും, വിൻസെൻറ്റിൻ്റെ സഹോദരന്മാർ. അധ്യായം 6. ജാക്സൺ അലിമാവോയും റോക്കി അലിമാവോയും ജീപ്പിൻ്റെ ഇരുവശത്തും കൂടി വന്നു. ഡ്രൈവർ മോനിയുടെ ഉള്ളിൽ അപകടത്തിൻ്റെ ഒരു കരിന്തേൾ പുളഞ്ഞുകുത്തി. അയാൾ സ്റ്റിയറിംഗ് വീലിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കി. ജാക്സൺ മോനിയുടെ തൊട്ടരികിലും റോക്കി എതിർഭാഗത്തും വന്നു നിന്നു. മോനി ഇറങ്ങി രക്ഷപ്പെടാൻ പാടില്ല എന്ന നിലയിൽ. ക്യാ ഹേ സാബ്? ധൈര്യം സംഭരിച്ചുകൊണ്ട് മോനി തിരക്കി. ഹം തുംസെ മിൽനെ ആയേ ഹേ. ജാക്സന്റെ കടിച്ചു പിടിച്ച പല്ലുകൾക്കിടയിലൂടെ ശബ്ദം പുറത്തു വന്നു. നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ മോനി. അയാൾ മോനിയുടെ താടിയിലൊന്ന് തോണ്ടി. ഇവരോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് മോനിക്കറിയാം. സ്വദേശം ഗോവയാണെങ്കിലും അവിടുത്തെ സകല തെമ്മാടിത്തരങ്ങളിലും ഇവരുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലും വേരുകളുണ്ട്. ഇവരോട് കാളിച്ചരൺ ഏറ്റുമുട്ടിയത് അവൻ്റെ ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രം. എന്നാൽ താൻ അങ്ങനെയല്ല. എന്താടാ മിണ്ടാത്തത്? മറുഭാഗത്തു നിന്നും റോക്കിയും തിരക്കി. അത് സാബ്, ഓട്ടം കഴിഞ്ഞു വരുവല്ലേ ഞാൻ. വല്ലാത്ത തളർച്ച. ഇനിയൊന്ന് കുളിച്ചാലേ ശരിയാകൂ, മോനി പറഞ്ഞൊപ്പിച്ചു. എന്നാൽ നീ വാ, ഞങ്ങളും ഒന്ന് കുളിക്കണമെന്ന് വിചാരിക്കുക. ജാക്സൺ അയാളുടെ ഷട്ടിൽ പിടിച്ചു. അത് വേണ്ട. മോനി കൈതട്ടി. ഒപ്പം വണ്ടിയൊന്ന് റേസ് ചെയ്തു. വേണമല്ലോ. ഇത്തവണ ജാക്സന്റെ ഭാവം മാറി. അവൻ ബലമായി അയാളുടെ കോളറിൽ പിടിമുറുക്കി. ഏയ്, എന്താ ഇത്? മോനിക്കും ദേഷ്യം വന്നു. നിങ്ങൾക്ക് എന്തു വേണം? ഞാൻ ജനിച്ചു വളർന്ന മണ്ണ ഇത്. ഗുണ്ടായുസത്തിന് ശ്രമിച്ചാൽ വില പോവില്ല. ജാക്സൺ ചിരിച്ചു. ഭീഷണി? അത് ഞങ്ങളോട്? മോനി, ഗുണ്ടായുസം കാണിക്കണമെന്ന് അലിമാവോ ബ്രദേഴ്സ് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് വേണ്ടതെന്താണെന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ നീ പോലീസിനോട് പറഞ്ഞ മറുപടി കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടില്ല. ജാക്സന്റെ ഒച്ച കനത്തു. അയാൾ കൈ നീട്ടി ജീപ്പിൻ്റെ എഞ്ചിൻ ഓഫ് ചെയ്തു. എല്ലാ കാര്യവും ഇവിടെ വെച്ച് സംസാരിച്ചാൽ ശരിയാവില്ല മോനി. നീ ഇറങ്ങി വാ. അവൻ അയാളെ പുറത്തേക്ക് വലിച്ചിറക്കി. മോനി രക്ഷയ്ക്കായി ചുറ്റും നോക്കി. റോഡിന് ഇരുവശത്തും തേയിലത്തോട്ടങ്ങൾ മാത്രം. കാൽനട യാത്രക്കാർ പോലുമില്ല. കുന്നിൻ മുകളിലെ തേയില ചെടികൾക്കപ്പുറത്ത് നിലാവ് മെല്ലെ തെളിഞ്ഞു വരുന്നത് കണ്ടു. നിന്റെ ജീപ്പ് ഇവിടെ തന്നെ കിടക്കട്ടെടാ. വിടടാ, മോനി കുതിറി. അപ്പോഴേക്കും റോക്കിയും ബോണറ്റിനെ ഒന്ന് വലം വെച്ച് ഇപ്പുറമെത്തി. അവൻ വീതിയേറിയ ഒരു സെല്ലോ ടേപ്പ് വലിച്ചു കീറി മോനിയുടെ വായ്ക്കു കുറുകെ ഒട്ടിച്ചു. ശേഷം കവിളടക്കം ഒന്നു കൊടുത്തു. നായേ, ഇനി അനങ്ങിപ്പോയാൽ നിന്റെ ശവം ഇവിടെ വീഴും. ഇരുവരും ചേർന്ന് മോനിയുടെ കൈകൾ പിന്നോട്ട് പിടിച്ചുവെച്ച് ടേപ്പ് ചുറ്റി. തുടർന്ന് അവരുടെ ജീപ്പിന് പിന്നിലേക്ക് വലിച്ചു കയറ്റി. അവിടുത്തെ പടുതയും താഴ്ത്തിയിട്ടു. റോക്കി അലിമാവോ ഡ്രൈവിംഗ് സീറ്റിൽ അമർന്നു. 50 മീറ്ററോളം മുന്നോട്ട് പോയിട്ട് ജീപ്പ് അവിടെ ഇട്ട് തിരിച്ചു. പിന്നെ വന്ന വഴിയെ പള്ളിക്കുന്നിലേക്ക് പാഞ്ഞു. കോളാർ. തിമ്മക്കയുടെ ബംഗ്ലാവിന് മുറ്റത്ത് 10ഓളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു. സിറ്റൗട്ടിന് താഴെ 50ഓളം പേർ. ഒറ്റനോട്ടത്തിൽ ക്രിമിനലുകളെപ്പോലെ തോന്നിക്കുന്നവർ. സിറ്റൗട്ടിൽ ഒരു കസേരയിൽ ചാരിക്കിടന്ന് തിമ്മക്ക അവരെ വീക്ഷിച്ചു. മക്കൾ 3 പേരും അരികിൽ തന്നെയുണ്ട്. അംഗരക്ഷകരിൽ ഒരാൾ പേര് വിളിക്കുമ്പോൾ മുറ്റത്തു നിൽക്കുന്നവർ ഓരോരുത്തരായി മുന്നോട്ട് നീങ്ങി നിന്നു. അവരുടെ പേരും ബയോഡേറ്റയും വായിക്കപ്പെടുന്നു. അപ്പാജി, സ്വദേശം കാമസമുദ്ര, 17 കൊലപാതകങ്ങൾ, 20 ഭവനഭേദനം, 24 ബലാത്സംഗ കേസുകൾ, എണ്ണമറ്റ മറ്റ് കൊട്ടേഷൻ വർക്കുകൾ. അത് കേട്ട് തിമ്മക്ക അപ്പാജിയെ സൂക്ഷിച്ചു നോക്കി. അധികം ഉയരമില്ലെങ്കിലും ഉറച്ച ശരീരം. 40 വയസ്സ് വരും. കണ്ണുകളിൽ നിർജീവഭാവം. എന്തുണ്ടായാലും ഭയപ്പെടുന്നവനല്ലെന്ന് വ്യക്തം. ചിതറിക്കിടക്കുന്ന തലമുടിയിൽ വെറുതെയൊന്ന് കൈയോടിച്ചു അപ്പാജി. യു ആർ അപ്പോയിൻറ്റഡ്, തിമ്മക്ക പറഞ്ഞു. ഇനി മുതൽ നീയാണെൻ്റെ PA. എൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണം. തിമ്മക്ക തലതിരിച്ച് വസന്തരാജനെ നോക്കി. ഇവൻ്റെ ശമ്പളം 1.5 ലക്ഷം രൂപ. അതുകേട്ട് അപ്പാജിയുടെ കണ്ണുകൾ വിടർന്നു. അപ്പാജി, തിമ്മക്ക പാമ്പ് ചീറ്റുന്നത് പോലെയുള്ള ശബ്ദത്തിൽ വിളിച്ചു. മാഡം. അയാൾ ഒന്ന് തലകുനിച്ചു. നിനക്ക് ഭയമെന്ന വികാരം ഉണ്ടാവാനേ പാടില്ല. അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല മാഡം. സബാഷ്. അവർ കൈയടിച്ചു. പിന്നെ ഞാൻ പറയുന്നത് എന്തായാലും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ നടത്തിയിരിക്കണം. ഒരു പോലീസും നിന്നെ കൊടുക്കാതെ ഞാൻ നോക്കും. അപ്പാജി ഉഷാറായി. അത് മതി മാഡം. കൊല്ലണോ വലിച്ചു കീറണോ എന്തായാലും എന്നോട് കൽപ്പിച്ചാൽ മതി.
തിമ്മയ്ക്കയ്ക്ക് സന്തോഷമായി. പിന്നീട് 1,00,000 രൂപ ശമ്പളത്തിൽ 14 പേരെ കൂടി തെരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികളുടെയും മിടുക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ആവശ്യമുള്ളപ്പോൾ ബാക്കിയുള്ളവരെയും ഞാൻ വിളിക്കും. അപ്പോൾ എത്തണം. ഓരോ ജോലിക്കും മുൻകൂർ കൂലി. അവർക്കും അത് സമ്മതമായിരുന്നു. 5 ലൈറ്റ്സ്. അച്ഛനെയും അമ്മയെയും അപൂർവയെയും വളരെ നിർബന്ധിച്ചാണ് കാളിചരൺ കഞ്ഞി കുടിപ്പിച്ചത്. ശേഷം അവൻ തിണ്ണയിലിറങ്ങി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. തിണ്ണയിലെ ലൈറ്റും അണച്ചിരുന്നു. മണിക്കുട്ടൻ ജീപ്പിനുള്ളിൽ പോയി കിടന്ന് ഉറങ്ങുകയാണ്. തൊട്ടരികിൽ ഒരു ചലനമറിഞ്ഞ് കാളി തിരിഞ്ഞു നോക്കി. വിശ്വജാലയുടെ നിഴൽ രൂപം അവൻ കണ്ടു. അവൾ അവനോട് ചേർന്ന് മുറ്റത്തേക്ക് കാലുകൾ നീട്ടിയിട്ട് ഇരുന്നു. തുടർന്ന് അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചു. കാളി ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. നിന്നോട് സ്വസ്ഥമായി ഒന്ന് സംസാരിക്കാൻ പോലും ഇതുവരെ എനിക്ക് അവസരം കിട്ടിയില്ല അല്ലേടി? അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് ചുണ്ടമർത്തി. കാളി. തേങ്ങലോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. ഒക്കേക്കും കാരണക്കാരി ഞാനാണല്ലോ, അവൾ പറഞ്ഞു. അങ്കിളിനും ആൻറ്റിക്കും അപൂർവയ്ക്കുമൊക്കെ എന്നോട് വെറുപ്പായിരിക്കും. ഒന്നും അവർ പുറത്തു കാണിക്കുന്നില്ല എന്നേയുള്ളൂ. ഏയ്, എന്താ ഇത്? അവൻ്റെ മനസ്സ് നൊന്തു. ഒക്കെ നിന്റെ തോന്നല. പിന്നെ? കാളി ശബ്ദം താഴ്ത്തി. നിന്നെ തിരക്കി കേരള പോലീസ് വന്നിരുന്നു. എന്നിട്ട്? അവളുടെ ഉടൽ ഉത്കടമായി ഒന്നു കിടുങ്ങിയത് അവൻ അറിഞ്ഞു. സ്പർശനത്തിലൂടെ. ഞാൻ ആരെയും കൊന്നില്ല കാളി. അതെനിക്കറിയാം മോളെ. അവനൊന്നുകൂടി അവളിലെ പിടിമുറുക്കി. എല്ലാം നമുക്ക് തെളിയിക്കാമെന്നേ. അങ്ങനെ പറഞ്ഞെങ്കിലും അത് എങ്ങനെയെന്ന് അവനറിയില്ലായിരുന്നു. പെട്ടെന്ന് കാളിചരണിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു നോക്കി. പഴനിവേൽ. എന്താ പഴനി? ഫോൺ കാതിലേക്ക് അമർത്തി. അപ്പുറത്തുനിന്ന് കേട്ട വാർത്തയെക്കുറിച്ച് ഒരു നിമിഷം അവർ ചിന്തിച്ചിരുന്നു. പിന്നെ പറഞ്ഞു, ഞാൻ ഉടനെ വരാം. കാളിചരൺ വിശ്വജാലയെ വിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ കാളി? അവൾ ഉത്കണ്ഠപ്പെട്ടു. പ്രശ്നമൊന്നുമില്ല. നീ അകത്ത് കയറി വാതിലടച്ചോ. എനിക്ക് അത്യാവശ്യമായി ഒരിടത്ത് പോകണം. നമ്മുടെ ആശമോടെ ആത്മാവിനെങ്കിലും സന്തോഷം കിട്ടണ്ടേ? ജീവിച്ചിരിക്കെ അവളെ സന്തോഷിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. കാളിയുടെ സ്വരം പതറി. വിശ്വജാലയുടെ ഉള്ളിൽ കത്തുന്ന ഒരു ചുഴലിക്കാറ്റ് വട്ടം ചുറ്റി. അവൾ അറിയിച്ചു, അത് വേണം കാളി. എത്ര കാലമാ നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുന്നവർക്ക് എന്നും കരയാനേ നേരം കാണൂ. ആശമോളെ നശിപ്പിച്ചവർക്ക് യാതൊരു കാരണവശാലും മാപ്പ് കൊടുക്കരുത്. അമ്പരപ്പിൽ കാളി വിശ്വജാലയുടെ മുഖത്തേക്ക് നോക്കി. ഇരുളിലും ആ കണ്ണുകളുടെ തിളക്കം കണ്ടു. പോയിട്ടു വാ കാളി. അവൾ പെട്ടെന്ന് അകത്തു കയറി വാതിലടച്ചു. കാളിചരൺ പിടഞ്ഞുണർന്നു. അവൻ ചെന്ന് മണിക്കുട്ടനെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു. മണിക്കുട്ടൻ്റെ ഉറക്കം മാറി. 2 മിനിറ്റിനുള്ളിൽ അവർ ഇരുവരും യാത്രയായി. BEMLനരികിൽ പഴനിവേൽ കാത്തുനിന്നിരുന്നു. അയാളെയും വണ്ടിയിൽ കയറ്റി അയാൾ പറഞ്ഞ വഴിയെ കാളി ജീപ്പ് പായിച്ചു. രുദ്രേഷ് ഗൗഡയുടെ ഫാം ഹൗസ്. പരുത്തിത്തോട്ടത്തിൽ കാറ്റു വീശിക്കൊണ്ടിരുന്നു. റോഡിൽ നിന്ന് അല്പം അകത്തേക്ക് കയറ്റി കരിമ്പനയ്ക്കും വേപ്പുമരത്തിനും ഇടയിലായി കാളി ജീപ്പ് നിർത്തി. മൂവരും ഇറങ്ങി. 200 മീറ്റർ അകലെ അവ്യക്തമായി ഫാം ഹൗസ് കാണാമായിരുന്നു. അതിനു മുന്നിൽ ഒരു ബൾബ് വിളറി കത്തി നിൽപ്പുണ്ട്. കാളിചരൺ ശബ്ദം താഴ്ത്തി. ശത്രുക്കളെ തകർക്കുക മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിനിടെ നമ്മുടെ പ്രാണന് കേടൊന്നും സംഭവിച്ചുകൂടാ. അതിനു വേണ്ടി മാത്രം ആരെയെങ്കിലും കൊല്ലേണ്ടി വന്നാൽ അതിനും മടിക്കരുത്. പഴനിവേലും മണിക്കുട്ടനും അവൻ്റെ കയ്യിൽ പിടിച്ചു. പ്രതിജ്ഞ ഉറപ്പിക്കും പോലെ. 4 കെട്ട് കണക്കെയായിരുന്നു ഫാം ഹൗസിൻ്റെ നിർമ്മാണം. നടുമുറ്റത്തിനു മുകളിൽ വെളുത്ത ഫൈബർ ഗ്ലാസ് പിടിപ്പിച്ചിരിക്കുകയാണ്. അതുവഴി ആകാശം കാണാം. മുകളിൽ നിന്നൊരു ലൈറ്റ് തൂങ്ങിക്കിടന്നിരുന്നു. അതിനടിയിൽ ഒരു മേശയും ചുറ്റും കസേരകളും. ഗൗഡയുടെ അനുചരന്മാരിൽ 6 പേർ അവിടെയുണ്ടായിരുന്നു. ഇന്നിനി ഏതായാലും ഗൗഡസഭ നമ്മളെ വിളിക്കില്ല, ഒരാൾ പറഞ്ഞു. അതുകൊണ്ട് ഒരു കുപ്പി കൂടെ നമുക്ക് പൊട്ടിച്ചേക്കാം. അയാൾ ഒരു മദ്യക്കുപ്പി കൂടി എടുത്തു. താറാവിൻ്റെ കഴുത്ത് പിരിക്കുന്നത് പോലെ അതിൻ്റെ അടപ്പ് തുറന്ന് 6 ഗ്ലാസുകളിലേക്കും വീഴ്ത്തി. അവർ ഗ്ലാസ് ഉയർത്തി. അവനുണ്ടല്ലോ ആ കാളിചരൺ. അവനും SP കൂടെ കൂടിയേക്കുക. അവൻ്റെ പെങ്ങളെ കശാപ്പ് ചെയ്യാൻ നമ്മളുമുണ്ടായിരുന്നെന്ന് SP അറിഞ്ഞിട്ടുണ്ട്, ഗുണ്ടപ്പ വഴി. അതുകൊണ്ട് നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. SP അവനോട് വിവരം പറഞ്ഞാൽ അവൻ പാഞ്ഞു വരും, അതുറപ്പാ. മറ്റൊരാൾ ഗ്ലാസ് കാലിയാക്കിയിട്ട് കൈപ്പടം കൊണ്ട് ചുണ്ടു തുടച്ചു. അവൻ വന്നാൽ മടക്കയാത്ര ഉണ്ടാവരുത്. കൊത്തിയരിഞ്ഞ് ഈ പരുത്തിത്തോട്ടത്തിൽ തന്നെ കുഴിച്ചു മൂടണം. മൂന്നാമൻ ശക്തിയായി ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചു. അടുത്ത നിമിഷം മുകളിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്ന ലൈറ്റ് പെട്ടെന്ന് താഴേക്ക് വീണു. അവർക്ക് മുന്നിൽ മേശപ്പുറത്തേക്ക്. വല്ലാത്തൊരു ശബ്ദത്തോടെ അത് ചിതറി. അയ്യോ! കസേരയും മറിച്ചുകൊണ്ട് അവർ പിന്നോട്ട് ചാടി. സർവത്ര ഇരുട്ട്. എങ്ങനാ ലൈറ്റ് വീണത്? കിതപ്പിനിടയിൽ ആരുടെയോ ചോദ്യം.
പൊട്ടി വീണതായിരിക്കും. അല്ലടാ, ഞാൻ അറുത്തുവിട്ടതാ. പൊടുന്നനെ തൊട്ടരികിൽ നിന്ന് പുലി മുരളും പോലെ ഒരു ശബ്ദം. അവർ കിടുങ്ങിപ്പോയി. ആരാ? അടുത്ത നിമിഷം ചോദിച്ചവൻ്റെ മുഖത്ത് ഇടി വീണു. ഒപ്പം വീണ്ടും ശബ്ദം കേട്ടു. കാലനാ ഞാൻ. പിന്നെ വായുവിൽ സീൽക്കാരങ്ങൾ ഉയരുന്നത് മാത്രമേ അവർ കേട്ടുള്ളൂ. ശിരസിലും നെഞ്ചിലുമൊക്കെ മിന്നൽ വേഗത്തിൽ അടിയേറ്റു. ഫാം ഹൗസിൽ നിന്ന് കൂട്ട നിലവിളികൾ ഉയർന്നു. ആർക്കും ശത്രുവിനെ കാണാനോ തിരിച്ചടിക്കാനോ കഴിഞ്ഞില്ല. അതിനു മുൻപേ ഉരുക്കു ബാർ കൊണ്ടുള്ള അടിയേറ്റ് ഓരോരുത്തരും വീണുകൊണ്ടിരുന്നു. പരുത്തിച്ചെടികളെ ഇരുവശത്തേക്കും മാറ്റി അവിടേക്ക് അടുക്കുകയായിരുന്ന കാളിചരണം സംഘവും പെട്ടെന്ന് നിന്നു. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതറിഞ്ഞിട്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോയാൽ മതി. കാളി മന്ത്രിച്ചു. അടുത്ത സെക്കൻഡ് മുന്നിൽ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച അവർ കണ്ടു. ഉഗ്രസ്ഫോടനത്തോടൊപ്പം ഒരു തീഗോളം ഫാം ഹൗസിനെ വിഴുങ്ങുന്നു. ചുറ്റും വെളിച്ചം പരന്നു. അവർ സൂക്ഷിച്ചു നോക്കി. കത്തുന്ന ഫാം ഹൗസിനരികിൽ നിന്ന് പരുത്തിത്തോട്ടത്തിലേക്ക് ഒരു കറുത്ത നിഴൽ ചാടിമറിയുന്നു. നമ്മളെക്കാൾ മുൻപ് ആരോ അവിടെ എത്തി. കാളി പിറുപിറുത്തു. അതിനുള്ളിലെ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇനി നമ്മളിവിടെ നിൽക്കണോ കാളി? മണിക്കുട്ടൻ തിരക്കി. വേണ്ട, ആരെങ്കിലും കണ്ടാൽ ആ കുറ്റം നമ്മുടെ മേലാകും. അവർ വേഗത്തിൽ മടങ്ങി. അപ്പോൾ തിമ്മക്കയുടെ ബംഗ്ലാവിൽ വേറെ ചില നീക്കങ്ങൾ നടക്കുകയായിരുന്നു. പുതുതായി നിയമിച്ച PAയ്ക്കും അംഗരക്ഷകർക്കും അവർ പുതിയ ജോലി നൽകുകയാണ്. നിങ്ങൾക്ക് ഞാൻ തരുന്നത് 3 ദിവസത്തെ സമയമാ. അത് കഴിയുമ്പോൾ മഹിപാൽ യാദവിൻ്റെ കുടുംബത്തിൽ ഒരു കുഞ്ഞു പോലും അവശേഷിക്കരുത്. എല്ലാത്തിനെയും തീർത്തിരിക്കണം. ഞങ്ങളത് ചെയ്തിരിക്കും മാഡം. PA അപ്പാജി ഉറപ്പ് നൽകി. മതി. തിമ്മക്ക സംതൃപ്തിയോടെ ചിരിച്ചു. ഗുണ്ടകൾക്ക് താമസിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ അവർ ചൗഡയെ ചുമതലപ്പെടുത്തി. കേരളം, ഇടുക്കിയിലെ പള്ളിക്കുന്ന്. ഡ്രൈവർ മോനിയെ ഫോണിൽ കിട്ടാഞ്ഞതിനാൽ വീട്ടുകാർ അന്വേഷണം തുടങ്ങി. സുഹൃത്തുക്കളോട് വിളിച്ചപ്പോൾ നേരത്തെ മടങ്ങിയെന്നാണ് അറിഞ്ഞത്. അച്ഛനും മോനിയുടെ ഇളയ സഹോദരനും കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീപ്പ് കണ്ടപ്പോൾ അവർക്ക് സംശയമായി. ആ പരിസരം മുഴുവൻ അരിച്ചു പെറുക്കി. പക്ഷേ മോനിയെ കണ്ടെത്താനായില്ല. അവർ മറ്റ് ഡ്രൈവർമാരെ വിളിച്ച് വിവരം പറഞ്ഞു. അതോടെ കുട്ടിക്കാനത്തും ഏലപ്പാറയിലും പള്ളിക്കുന്നിലുള്ള ഡ്രൈവർമാരും അന്വേഷണം തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യാതൊരു സൂചനയുമില്ല. അവർ പീരുമേട് പോലീസിൽ വിവരമറിയിച്ചു. തങ്ങൾ വൈകിട്ട് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തവനെ കാണാതെ വന്നാൽ തങ്ങളും സംശയത്തിൻ്റെ നിഴലിലാകുമെന്ന് പോലീസിന് തോന്നി. അവരും ഊർജിതമായി അന്വേഷിച്ചു. അപ്പോഴും സൂചന പോലുമില്ല. ജാക്സൺ അലിമാവോയുടെയും റോക്കിയുടെയും ഒപ്പം വന്ന 4 പേരുടെയും ഇടയിലുണ്ടായിരുന്നു മോനി. അവർ മോനിയെ ഇടിച്ച് ചതച്ചിരുന്നു. അടിവസ്ത്രം മാത്രം ധരിച്ച് മദാമക്കുളത്തിൻ്റെ കരയിലെ ഒരു പാറയിൽ മലർന്നു കിടക്കുകയാണ് അയാൾ. കുളത്തിലേക്ക് ഒഴുകി വീഴുകയും പിന്നെ കുത്തിപ്പതഞ്ഞ് പാറയിടുക്കിലൂടെ താഴേക്ക് ഒഴുകുകയും ചെയ്യുന്ന ജലം മഞ്ഞ് പോലെ തോന്നിച്ചു. അവനെ ഉണർത്ത്. കുടിച്ച ബിയറിൻ്റെ കുപ്പി റോക്കി അലിമാവോ പാറയിൽ അടിച്ചു ചിതറിച്ചു. പിന്നെ അതിലേക്ക് നോക്കി. കത്തിമുന പോലെ നീണ്ടു നിൽക്കുന്ന ഒരു ഭാഗം പിടിയോട് ചേർന്ന്. അവനത് ഒരുത്തനെ ഏൽപ്പിച്ചു. അയാൾ അത് വാങ്ങിക്കൊണ്ട് മോനിയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അയാളുടെ കൈ പിടിച്ച് പാറയിലേക്ക് മലർത്തിവെച്ചു. പിന്നെ ഒറ്റക്കുത്ത്. കൈവെള്ള തുളച്ച് ഗ്ലാസ് അപ്പുറം കിടന്ന് പാറയിൽ ചെന്ന് ഇടിച്ചു പൊടിഞ്ഞു. അലറിക്കൊണ്ട് മോനി ചാടി എഴുന്നേറ്റു. ആ ശബ്ദം വനത്തിൽ നടുക്കം തീർത്തു. 4 പേർ മോനിയെ മുറുകെ പിടിച്ചു. പറഞ്ഞോടാ, അതാ നിനക്ക് നല്ലത്. ഇവിടെ ഒരുത്തനും നിന്റെ ജീവൻ രക്ഷിക്കാൻ വരില്ലെന്ന് നിനക്കുറപ്പുണ്ടല്ലോ. പിന്നെ ആർക്കു വേണ്ടിയാ നീ ഇങ്ങനെ മസിൽ പിടിക്കുന്നത്? ജാക്സൺ എഴുന്നേറ്റ് അയാളുടെ മുന്നിലെത്തി. നിന്റെ അവയവങ്ങൾ ഓരോന്നായി അറുത്തുമാറ്റാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. അത് നീ മറക്കരുത്. അവൻ മോനിയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി പാറയിലേക്ക് അമർത്തി. മോനി കവിളിന് ഇരുവശത്തുകൂടി ചോര കമ്മിട്ടി. ഏതോ ഒരുത്തിനു വേണ്ടി നിനക്ക് ചാകണോ? അല്ലെങ്കിൽ പറ, അവൻ എവിടെയുണ്ട് ആ കാളി? മോനി മിണ്ടിയില്ല. ശിരസ് പാറയിലടിച്ചു പിടഞ്ഞു. ജാക്സന്റെ കോപം ഇരട്ടിച്ചു. ഇവന്റെ കൈയും കാലും കൂട്ടിക്കെട്ടി വെള്ളത്തിലേക്കെറിയടാ. അവൻ അലറി. നിമിഷത്തിനുള്ളിൽ അവർ മോനിയെ മദാമക്കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കൂടെ 2 പേരും ചാടി. നെഞ്ചോളം ഉയരമുള്ള വെള്ളത്തിൽ വഴുക്കലുള്ള പാറകൾക്കിടയിൽ അവർ മോനിയെ ചവിട്ടിപ്പിടിച്ചു. അടിയിൽ മുറിവേറ്റ ചീങ്കണ്ണിയെപ്പോലെയുള്ള പിടച്ചിൽ അവരറിഞ്ഞു. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ കാൽ മാറ്റി. മോനിയുടെ ശരീരം പിടഞ്ഞുയർന്നു വന്നു. ഇനി നീ വാ തുറന്നില്ലെങ്കിൽ ഈ കുളത്തിൽ നിന്ന് ജീവനോടെ പൊങ്ങി വരില്ല. കുളത്തിലേക്ക് ചാടിയ റോക്കി മോനിയുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി. നീ പറയുന്നോ ഇല്ലയോ? ഞാൻ പറയാം. മോനിയുടെ നനഞ്ഞ ശബ്ദം. എങ്കിൽ പറ. ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ മോനിയുടെ ഉടൽ വിറച്ചു. ആ വിറയൽ ശബ്ദത്തിലേക്കും വ്യാപിച്ചു. അവൻ കോളാറിലുണ്ട്. അവിടെ ആരുണ്ടവന്? റോക്കിയുടെ കണ്ണുകൾ കുറുകി. അവൻ്റെ കുടുംബം.
നിനക്കത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? റോക്കി ചിരിച്ചു. പിന്നെ വീണ്ടും മോനിയെ വെള്ളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പിടച്ചിൽ നിൽക്കുന്നതുവരെ. അധ്യായം 7. തോട്ടിലൂടെ ഒഴുകി വന്ന മദാമക്കുളത്തിലേക്ക് കുത്തിമറിയുന്ന വെള്ളം കൈക്കുമ്പിളിൽ കോരി റോക്കി അലിമാവോ മുഖം കഴുകി. പിന്നെ കൈകൾ കുടഞ്ഞുകൊണ്ട് പാറയിൽ കയറിയിരുന്നു. ഡ്രൈവർ മോനിയെ ചവിട്ടിത്താഴ്ത്തിയ ഭാഗത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നിട്ട് ഗുണ്ടകളും അവിടേക്ക് വന്നു. നമ്മുടെ ശത്രുക്കളെ ആരും സഹായിക്കരുത്. സഹായിക്കാൻ ശ്രമിച്ചാൽ ഇതാണ് അനുഭവം. ആരോടെന്നില്ലാതെ ജാക്സൺ അലിമാവോ അട്ടഹസിച്ചു. ഒരു ചുരുട്ട് കത്തിച്ച് 2 കവിൾ പുക വലിച്ചെടുത്തിട്ട് അയാൾ റോക്കിയുടെ ചുണ്ടുകൾക്കിടയിലേക്ക് വെച്ചുകൊടുത്തു. ചേട്ടാ. ചുരുട്ട് വലിക്കുന്നതിനിടയിൽ റോക്കി മുഖമുയർത്തി. നിലാവിൻ്റെ വെളിച്ചമടിച്ച് ജലത്തുള്ളികൾ അയാളുടെ ശരീരത്തിൽ മിന്നാമിന്നുകളെപ്പോലെ തിളങ്ങി. നമ്മൾ കോളാറിലേക്ക് പോണോ അതോ പോലീസിനെ വിവരം ധരിപ്പിക്കണോ? ജാക്സൺ ചിന്തിച്ചതും അതുതന്നെയായിരുന്നു. മോനി ജീവിച്ചിരുന്നാൽ കാളിചരണിനെ അവൻ ഫോണിലൂടെ വിവരമറിയിക്കും. അങ്ങനെയൊരു സാധ്യത ഉണ്ടാകാതിരിക്കാനാണ് അവനെ കൊന്നുകളഞ്ഞത്. കാളിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി പോലീസിനോട് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. മോനിയുടെ തിരോധാനത്തിന് പിന്നിൽ തങ്ങളാണെന്ന് അവർ സംശയിക്കും. ജാക്സൺ അലിമാവോയും ഒരു പാറയിലിരുന്നു. അല്പനേരത്തെ ചിന്തയ്ക്ക് ശേഷം അവൻ പറഞ്ഞു, കോളാറിലേക്ക് നമ്മൾ തന്നെ പോകുന്നതാ ഉത്തമം. എന്നിട്ട് കാളിയുടെ പ്രാണൻ മാത്രം ബാക്കി വെച്ച് പോലീസിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കണം. പക്ഷേ ഇന്നോ നാളെയോ നമ്മൾ ഇവിടെ നിന്ന് പോകാനും പാടില്ല. കേരള പോലീസിൽ ബുദ്ധിയുള്ളവർ ഏറെയുണ്ട്. നമ്മൾ ഇവിടെയുള്ള വിവരം പീരുമേട് എസ്ഐക്കറിയാം. ആ നിലയ്ക്ക് 2 നാൾ കൂടി നമ്മളിവിടെ ഉണ്ടായിരിക്കണം. അത് ശരിയാണെന്ന ഭാവത്തിൽ റോക്കിയും തലയാട്ടി. തുടർന്ന് ചുരുട്ട് മദാമക്കുളത്തിലേക്ക് തുപ്പി. KGF. നേരം പുലർന്നു. രുദ്രേഷ് ഗൗഡയുടെ ഷെവർലെ കാമറോ ഫാം ഹൗസിലേക്ക് എരച്ചു വന്നു. അടർത്തി എറിയുന്നതുപോലെ ഡോർ വലിച്ചു തുറന്ന് അയാൾ പുറത്തേക്ക് കുതിച്ചു. പിന്നാലെ വന്ന ഇന്നോവയിൽ നിന്ന് അനുചരപ്പടയും. ഏതാനും ആളുകൾ അവിടെ കൂടി നിന്നിരുന്നു. അവർ തിരിഞ്ഞു നോക്കി. മുന്നിലെ കാഴ്ച കണ്ട് വായുവിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കപ്പെട്ടതുപോലെ സ്തബ്ധനായി രുദ്രേഷ് ഗൗഡ. ഫാം ഹൗസ് നിന്ന ഭാഗത്ത് ഒരു ചാമ്പൽ കൂന മാത്രം. ചുറ്റുപാടുമുള്ള പരുത്തിത്തോട്ടത്തിൻ്റെ നല്ലൊരു ഭാഗം പോലും കരിഞ്ഞു പോയിരിക്കുന്നു. ഉദയസൂര്യൻ്റെ ചുവപ്പ് വർണ്ണം അയാളുടെ കണ്ണുകളിൽ വീണ് ജ്വലിച്ചു. ഇരയെ കടിക്കുന്നതുപോലെ പല്ലുകൾ മുറുകി. വിശ്വസിക്കാനാവാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. ഗൗഡ തല കുടഞ്ഞു. കാളിചരൺ. അവനാകുമോ ഇത് ചെയ്തത്? ശത്രുക്കളുടെ മുഖങ്ങൾ ഓരോന്നായി അയാളുടെ മനസ്സിൽ മിന്നി. അവിടെ മറ്റൊരു പ്രബല മുഖം കൂടി തെളിഞ്ഞു. കലിംഗറാവു. നിശബ്ദ കൊലയാളിയെപ്പോലെയാണ് റാവു. ഇപ്പോഴും വ്യക്തമല്ലാത്ത കോളാർ തങ്കത്തിൻ്റെ മരണത്തിൽ പോലും അയാളുടെ അദൃശ്യ സാന്നിധ്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയുമുണ്ട് ഒരു ശത്രു. SP മഹിപാൽ യാദവ്. നിയമത്തിൻ്റെ പാത വിട്ട് അവൻ തിരിച്ചടിക്കുന്നതാണെങ്കിലോ? സാബ്. പിന്നിൽ ശബ്ദം കേട്ട് അയാൾ ഒന്ന് നടുങ്ങി. പക്ഷേ തിരിഞ്ഞത് മെല്ലെയാണ്. അനുചരിൽ ഒരാൾ അയാളുടെ ആജ്ഞയ്ക്കു വേണ്ടി ഓർമ്മപ്പെടുത്തിയതാണ്. എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? ഗൗഡ തിരക്കി. 6. അനുചരൻ്റെ ശബ്ദം ചിലമ്പി. അവരിലാരെയും ഇനി പ്രതീക്ഷിക്കേണ്ട അല്ലേ? അനുചരൻ മറുപടി പറഞ്ഞില്ല. ഗൗഡയുടെ നോട്ടം അവിടെ നിന്നിരുന്ന നാട്ടുകാരിലേക്ക് തെന്നി വീണു. നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സംശയകരമായ എന്തെങ്കിലും സൂചന? ഗൗഡയുടെ മുഖം ചുവന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്തു കാണാനാടാ നായിൻ്റെ മക്കളെ എൻ്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നത്? പോടാ പോ, അല്ലെങ്കിൽ നിൻ്റെയൊക്കെ കാലുകൾ ഞാൻ വെട്ടിയിടും. ആളുകൾ ഭയന്നു. അവർ തിടുക്കത്തിൽ സ്ഥലം വിട്ടു. ഗൗഡ അനുചരർക്ക് നേരെ വീണ്ടും തിരിഞ്ഞു. നമ്മുടെ കൂട്ടത്തിൽ കാണാതായിട്ടുള്ളവരുടെ ലിസ്റ്റ് എടുക്കണം. അവരുടെ കുടുംബത്തിൻ്റെ അണ്ണാക്കിലേക്ക് 10 ലക്ഷം വീതം തള്ളിയര്. എന്നിട്ട് കൽപ്പിക്കണം, ആരെയും തിരക്കി ഒരാളും വന്നേക്കരുത്. മനസ്സിലായോ? സാബ്. അവർ തലയാട്ടി. പിന്നെ രുദ്രേഷ് ഗൗഡ തുടർന്നു. പോലീസിനൊന്നും വിവരം ചോർന്നു കിട്ടരുത്. പക്ഷേ ഇത് ചെയ്തവർ ആരാണെങ്കിലും കണ്ടുപിടിക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ്. അയാൾ സൂര്യന് നേരെ കൈ ചൂണ്ടി. നമുക്കൊരു സൂചന തരാൻ ആർക്കെങ്കിലും കഴിയും. വഴിയരികിലുള്ളവരുടെ വീടുകളിൽ എല്ലാവരോടും തിരക്കണം. ഏതെങ്കിലും ഒരു വാഹനം അവർ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പിന്നാലെ പോയി നമ്മൾ ശത്രുവിനെ കൊത്തിയെടുക്കും. ശരി സാബ്. അവർ പിന്തിരിഞ്ഞു. അപ്പോൾ രുദ്രേഷ് ഗൗഡയുടെ ശബ്ദം പിന്തുടർന്നെത്തി. 2 4 JCB വിളിച്ച് ഈ മണ്ണ് മുഴുവൻ ഉഴുതുമറിക്കുക. മരിച്ചവരുടെ അസ്ഥികൾ പോലും മണ്ണിന് പുറത്തുണ്ടാവരുത്. നാളെ തന്നെ പുതിയ പരുത്തി വിത്തുകൾ വിതയ്ക്കണം. അനുചരൻ ഇന്നോവയിൽ കയറിയപ്പോഴും ഗൗഡ അവിടെ തന്നെ നിശ്ചലം നിന്നു. കാളിചരണിൻ്റെ ആഗമനത്തോടെയാണ് തൻ്റെ തോൽവികളുടെ തുടക്കമെന്ന് അയാൾക്ക് തോന്നി. പെട്ടെന്ന് തീപ്പൊരി പോലെ മറ്റൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് പാറി വീണ് കത്തി. തനിക്ക് നേരെ ഉണ്ടായ വധശ്രമം. എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും ചുരണ്ടി ഇളക്കപ്പെട്ട ടിപ്പർ ലോറി. രുദ്രേഷ് ഗൗഡ അവിടെ നിന്നും ചുറ്റും നോക്കി.
അയാൾ ഒന്ന് ഞെട്ടി. ദൂരെ പരുത്തിത്തോട്ടത്തിൽ ഒരു മനുഷ്യൻ നിശ്ചലം നിന്ന് തന്നെ ശ്രദ്ധിക്കുകയാണ് അയാൾ. അയാളുടെ അരയ്ക്ക് മുകൾ ഭാഗം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അകലം കാരണം ആളിനെ വ്യക്തമാകുന്നില്ല. ഗൗഡ വെട്ടിത്തിരിഞ്ഞ് ഷെവർലെ കാമറോയുടെ ഡോർ വലിച്ചു തുറന്നു. ഡാഷ്ബോർഡിൽ നിന്ന് ഒരു ബൈനോക്കുലർ എടുത്ത് ആ മനുഷ്യൻ നിന്ന ഭാഗത്തേക്ക് നോക്കി. ആരുമില്ല. കാറ്റിൽ ഇളകുന്ന പരുത്തിച്ചെടികൾ മാത്രം. രുദ്രേഷ് ഗൗഡയുടെ ഞരമ്പുകളിൽ ചോരയോട്ടത്തിന് വേഗത കൂടി. തൻ്റെ ശത്രു കാറ്റിൽ അലിഞ്ഞു പോയതുപോലെ അയാൾ മറഞ്ഞിരിക്കുന്നു. ഗൗഡ തിടുക്കത്തിൽ ഫോണെടുത്ത് മടങ്ങിപ്പോയ അനുചരരെ വിളിച്ചു വരുത്തി. അവനിവിടെയുണ്ട്, ഈ പരുത്തിത്തോട്ടത്തിൽ എവിടെയോ, ചെല്ല്. ഉത്തരവ് കിട്ടിയതും അനുചരപ്പട കൊടുവാളുമായി തോട്ടം വളഞ്ഞു. 1/2 കിലോമീറ്ററോളം വിസ്താരമുണ്ട് തോട്ടത്തിന്. ചുറ്റുപാട് നിന്ന് ഒരേ സമയത്ത് അവർ പരുത്തിച്ചെടികൾ വെട്ടിവീഴ്ത്തി. പിന്നെ അകത്തേക്ക് ഇരച്ചു കയറി. എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും അവർക്ക് ശത്രുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആരോ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഉറുമ്പ് കയറിയ അവശിഷ്ടങ്ങൾ, മിനറൽ വാട്ടറിൻ്റെ കുപ്പി, എരിഞ്ഞു തീരാറായ സിഗരറ്റ് കുറ്റികൾ എന്നിവ മാത്രം ഒരു ഭാഗത്ത് കണ്ടു. രാവിലെ 11 മണി. കാളിച്ചരനും മണിക്കുട്ടനും കൂടി 540 കഴുകുകയായിരുന്നു. വിശ്വജാല പൈപ്പിനരികിൽ പോയി 2 ബക്കറ്റുകളിലായി വെള്ളം എടുത്തു കൊണ്ടുവന്നു കൊടുത്തു. നീ അവിടെ എങ്ങാനും പോയിരിക്കുക, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കാളി അവളെ നോക്കി. ഇതൊന്നും എനിക്ക് ബുദ്ധിമുട്ടല്ല കാളി. നാട്ടിൽ ഉണക്ക് സമയത്ത് അങ്ങ് താഴത്തെ ഓലയിൽ നിന്ന് വെള്ളം കോരി കുന്നിനു മുകളിൽ വരെ പോകുന്നവളെ ഞാൻ, അറിയാമല്ലോ. കാളിയൊന്ന് ചിരിച്ചു. അതുകൊണ്ട് ഞാൻ കൂടി നിങ്ങളെ സഹായിച്ചാലും കുഴപ്പമൊന്നുമില്ല, അത്ര തന്നെ. കാളി എന്തോ പറയാൻ ഭാവിക്കുമ്പോൾ തിണ്ണയിലേക്ക് നാഗരാജൻ വന്നു. അയാൾ അവനെ വിളിച്ചിട്ട് ബെഞ്ചിലിരുന്നു. എന്താ അപ്പ? തോർത്തിൽ കൈ തുടച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ചെന്നു. നാഗരാജൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. കാളി, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. ഇത് ഞാനും നിന്റെ അമ്മയും കൂടി വളരെ ചിന്തിച്ചെടുത്ത തീരുമാനമാ. ചുളിഞ്ഞ നെറ്റിയോടെ കാളിച്ചരൺ കാതുകൾ കൂർപ്പിച്ചു. സംഭവിച്ചതൊക്കെ കഴിഞ്ഞു. ഇനി അതേക്കുറിച്ച് നല്ലതും ചീത്തയും വേർതിരിക്കാനൊന്നും ഞാനില്ല. എൻ്റെ പൊന്നുമോൾ, അവളുടെ നഷ്ടത്തിനപ്പുറം ഇനി ഒന്നുകൂടി താങ്ങാനുള്ള കരുത്തില്ലെനിക്ക്, നാഗരാജൻ പറഞ്ഞു. അയാളുടെ നോട്ടം ആശമോളെ അടക്കം ചെയ്ത ഭാഗത്തെ മൺകൂനയ്ക്ക് നേരെ നീണ്ടു. കാളി മിണ്ടാതെ നിന്നു. അച്ഛൻ തന്നെ പറയട്ടെ. ഖനിയിൽ നിന്ന് ശമ്പള കുടിശ്ശികയും ഗ്രാറ്റുവിറ്റിയുമൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ഞാൻ വന്നു വാങ്ങിക്കൊള്ളാം. മറ്റൊന്നുമില്ലല്ലോ നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ. നാഗരാജൻ പറഞ്ഞു വരുന്നത് കാളിചരണിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എന്നിട്ടും കേട്ടുനിന്നതേയുള്ളൂ അവൻ. അയാൾ തുടർന്നു. ബംഗാർപേട്ടിൽ വാങ്ങിയിരിക്കുന്ന 5 സെന്റ് വസ്തു കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാൻ ആരെയെങ്കിലും ഏർപ്പാട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചിറ്റാറിന് മടങ്ങുന്നു. കയറിക്കിടക്കാനൊരു കൊച്ചു വീട് അവിടെയുമുണ്ടല്ലോ. കാളിചരൺ വല്ലാതെ ഞെട്ടി. എല്ലാം കേട്ടുനിന്ന വിശ്വജാലയ്ക്ക് തല കറങ്ങി. താൻ നാട്ടിലേക്ക് ചെന്നാൽ ഇരുമ്പഴികൾ തന്നെ കാത്തിരിക്കുകയാണ് അവിടെ. നീ എന്താ മിണ്ടാത്തത്? വാതിൽക്കലേക്ക് വന്ന വനജ കാളിയുടെ മുഖത്തേക്ക് നോക്കി. അല്ലമ്മേ, പെട്ടെന്ന് നമ്മൾ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അതിനെന്താടാ? നമ്മളെ ഇവിടെ പിടിച്ചു നിർത്താൻ പ്രത്യേകിച്ച് വേരുകളൊന്നുമില്ലല്ലോ. അവരുടെ ശബ്ദത്തിന് മൂർച്ച കൂടി. അതില്ല, പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പ്രധാന വേര് അറുത്തു കളഞ്ഞവർ ഇവിടെയാണല്ലോ. ആശമോളെ, കാളിച്ചരൺ ബാക്കി പറയും മുൻപ് നാഗരാജൻ ഇടയ്ക്ക് കയറി. അതേക്കുറിച്ചൊന്നും ഇനി ഞാൻ ചിന്തിക്കുന്നില്ല. ഒരു നഷ്ടമുണ്ടായി എന്നത് നേര്. പക്ഷേ ഇനി നീ കൂടി നഷ്ടപ്പെടുന്നത് എനിക്ക് താങ്ങാൻ കഴിയില്ല, അത്ര തന്നെ. അച്ഛാ, അറിയാതെ കാളിയുടെ ഒച്ച ഉയർന്നുപോയി. അതേടാ, അച്ഛനും അമ്മയ്ക്കും മാത്രമേ മക്കളുടെ നഷ്ടത്തിൻ്റെ വില അറിയാൻ കഴിയൂ. മരണം വരെ അവരെ കാണണമെന്ന് അച്ഛനമ്മമാർ കൊതിച്ചാൽ എന്താടാ തെറ്റ്? നാഗരാജൻ എഴുന്നേറ്റു. ഈ നാട്ടുകാരുടെ രക്ഷകനാവാൻ നീ ആരാ? നിന്റെ പല പ്രവൃത്തികളും ഞാൻ അറിയുന്നില്ലെന്ന് കരുതരുത്. അതുകൊണ്ട് ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. നേരത്തെ ഇവിടെ നിന്ന് മടങ്ങാൻ വേണ്ടി നിറച്ചുവെച്ച ബാഗുകൾ പലതും അങ്ങനെ തന്നെ ഇരിക്കുക. നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കുന്നു, ജനിച്ച നാട്ടിലേക്ക്. ആരുടെയും മറുപടിക്ക് കാക്കാതെ നാഗരാജൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അമ്മേ, കാളിച്ചരൺ വനജയെ നോക്കി. നിനക്കിവിടെ നിൽക്കണം, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെയാ ഞങ്ങൾ മടങ്ങാൻ തീരുമാനിച്ചതും. വനജയും വെട്ടിത്തിരിഞ്ഞ് അകത്തു മറിഞ്ഞു. കാളി, സന്ദേഹത്തോടെ വിശ്വജാല അവനെ നോക്കി. ഇല്ലടി, നിന്നെയും കൊണ്ട് ഞാൻ ഒരിക്കലും കേരളത്തിലേക്ക് പോവില്ല, അവൻ തീർത്തു പറഞ്ഞു. എങ്കിലും മനസ്സിൽ സംശയം ബാക്കി നിന്നു. അച്ഛനും അമ്മയും അപൂർവയും കേരളത്തിലേക്ക് പോകാൻ തന്നെ ഉറച്ചു നിന്നാൽ. ആ നേരത്ത് കാളിച്ചരണിൻ്റെ ഫോൺ ശബ്ദിച്ചു. അവൻ അതെടുത്തു നമ്പർ നോക്കി. അഡ്വഞ്ചർ ഡ്രൈവിങ്ങിനുള്ള തൻ്റെ സ്പോൺസറുടെ മാനേജർ. സർ, അവൻ ഫോൺ കാതോടമർത്തി. കാളി, ബി കെയർഫുൾ, അത് പറയാനാ ഞാൻ വിളിച്ചത്.
കാളിച്ചരണിൻ്റെ ഇമകൾ ഇടുങ്ങി. സർ, ഇന്നലെ മുതൽ ഡ്രൈവർ മോനിയെ കാണാനില്ല. അലിമാവോ ബ്രദേഴ്സ് ഇടുക്കിയിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് താനും. രണ്ടും കൂടി ചേർത്ത് കണക്ക് കൂട്ടുമ്പോൾ അവർ നിന്നിലേക്ക് എത്തിച്ചേരാനുള്ള റൂട്ട് ക്ലിയർ ചെയ്തെന്നർത്ഥം. കാളിയുടെ തലച്ചോറിൽ ഒരു പഴുതാര ഇഴഞ്ഞു. മാനേജറുടെ ശബ്ദം ഫോണിലൂടെ അടർന്നു വീണു. അടുത്ത മാസം പകുതിയോടെ റേസിൻ്റെ ഫൈനൽ വീണ്ടും നടക്കും. അപ്പോഴേക്കും എല്ലാ കുരുക്കുകളും നീക്കി നിന്നെ പുറത്തെത്തിക്കാൻ കമ്പനി ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് രാഷ്ട്രീയ തലത്തിൽ. അതിനിടയിൽ നീ അലിമാവോ ബ്രദേഴ്സിൻ്റെ കുരുക്കിൽപ്പെടരുത്. ശരി സാർ. അപ്പുറത്ത് കോൾ മുറിഞ്ഞു. വല്ലാത്ത പ്രതിസന്ധിയിലായി കാളി. അച്ഛനെയും അമ്മയെയും അനുസരിച്ച് കേരളത്തിലേക്ക് പോകാൻ തനിക്ക് പറ്റില്ല. പക്ഷെ അവർക്കൊപ്പം താനും പോയില്ലെങ്കിൽ തിമ്മയ്ക്കയും രുദ്രേഷ് ഗൗഡയും അവരെ അപകടത്തിൽപ്പെടുത്തും. തളർച്ചയോടെ കാളിച്ചരൺ തിണ്ണയിലിരുന്നു. മണിക്കുട്ടൻ ഓടിയെത്തി. എന്താടാ? അവൻ കാര്യം പറഞ്ഞു. ഷടാ, ഇതിപ്പോൾ തീക്കും ചെകുത്താനും ഇടയിൽ മാത്രമല്ല, ബോംബിൻ്റെ കൂടി പുറത്താണല്ലോ. അവൻ ചിന്തയോടെ മുറ്റത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നേരം ഉച്ച കഴിഞ്ഞു. നാഗരാജനും കുടുംബവും കേരളത്തിലേക്ക് മടങ്ങുകയാണെന്ന വാർത്ത ഫൈലൈറ്റ്സിൽ ചിലരൊക്കെ അറിഞ്ഞു. അതോടെ വേഗത്തിൽ ഖനിത്തൊഴിലാളികളുടെ കുടുംബങ്ങളിലേക്കും വിവരം വ്യാപിച്ചു. വാർത്ത ശരിയാണോ എന്നറിയാൻ പലരും അവിടേക്ക് വന്നു തുടങ്ങി. കൂട്ടത്തിൽ ഇമ്പദോസും ധനരാജും ഭുവനേശ്വരിയും ഭണ്ഡാരമ്മാളുമൊക്കെ ഉണ്ടായിരുന്നു. കാളിച്ചരൺ പോകുന്നതിലായിരുന്നു ഏറെ പേർക്കും വിഷമം. തങ്ങളെ മുന്നിൽ നിന്ന് നയിക്കാൻ ഇനി ഒരാളില്ലല്ലോ. പോകേണ്ടെന്ന് പലരും പറഞ്ഞു നോക്കിയെങ്കിലും നാഗരാജൻ വഴങ്ങിയില്ല. കാളിച്ചരൺ ജീപ്പിൽ പോയിരുന്ന വാസുകിയുടെ നമ്പറിലേക്ക് കോൾ അയച്ചു. ഭാഗ്യം, അവളെ ലൈനിൽ കിട്ടി. നീ നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു അല്ലേ? അങ്ങോട്ട് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് ഇങ്ങോട്ട് അവളുടെ ചോദ്യം. അത്ഭുതപ്പെട്ടുപോയി കാളി. എടി പാമ്പേ, നീ ഇത് എങ്ങനെ അറിഞ്ഞു? ഇത് മാത്രമല്ലടാ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ നീ രുദ്രേഷ് ഗൗഡയുടെ പരുത്തിത്തോട്ടത്തിൽ പോയതും അതിനു മുൻപ് ആണുങ്ങളാരോ ഫാം ഹൗസിൽ ബോംബ് വെച്ചതുമൊക്കെ. കാളിയുടെ അമ്പരപ്പ് അതിൻ്റെ പൂർണ്ണതയിലെത്തി. ഇതൊക്കെ നീ? മണി മുഴങ്ങുന്നത് പോലെ അവളുടെ ചിരി വന്നു. ഞാൻ പാമ്പല്ലേടാ. ഖനിയിലെ തുരങ്കങ്ങൾ പോലെ ഭൂമിക്കടിയിലൂടെയും ഞങ്ങൾക്ക് മാളങ്ങളുണ്ടല്ലോ. പിന്നെ ഘ്രാണശക്തി കൊണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവും പാമ്പുകൾക്കുണ്ട്. ഇപ്പോഴത്തെ നിന്റെ പ്രശ്നം ഞാൻ അങ്ങോട്ട് പറയട്ടെ? പറ. നിനക്ക് കേരളത്തിലേക്ക് പോകണ്ട. കുഞ്ഞു പെങ്ങളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ തീർക്കണം. ആം ഐ കറക്റ്റ്? അതെ. പക്ഷേ അത് മാത്രമല്ല. കാളി മാനേജർ വിളിച്ചു പറഞ്ഞ കാര്യവും അറിയിച്ചു. വാസുകിക്ക് ഒരു മാത്രം മൗനം. എനിക്ക് നിന്നെയൊന്ന് കാണണം. കാളി പെട്ടെന്ന് പറഞ്ഞു. നീ അടുത്തുണ്ടെങ്കിൽ എനിക്കെന്തെങ്കിലും പോംവഴി കണ്ടെത്താനാവും. അത് വേണ്ട കാളി, അപകടമാ. അവൾ പെട്ടെന്ന് വിലക്കി. പറ്റില്ല, അവൻ തീർത്തു പറഞ്ഞു. എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ. അതെൻ്റെ ജീവിതത്തിലെ അവസാന ആഗ്രഹമാണെന്ന് വേണമെങ്കിൽ നീ കരുതിക്കോ. അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്തൊരാവേശം വന്നു. കാളി, എന്നെക്കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. അപേക്ഷ പോലെയായി അവളുടെ സ്വരം. വെറുതെ എന്തിനാ അപകടത്തിൽ ചാടുന്നത്? നിന്നെ കാണാൻ വേണ്ടി ഏതപകടത്തിൽ ചാടാനും ഞാൻ ഒരുക്കമാടി. കുറേ നാളുകളായി നീ എന്നെ വെട്ടിച്ചു നടക്കുകയല്ലേ. നിനക്ക് മനസ്സുണ്ടെങ്കിൽ സമ്മതിക്ക്. അല്ലെങ്കിൽ ഇനി ഒരിക്കലും നമ്മൾ കാണില്ല. കാളിച്ചരൺ ഫോൺ കട്ട് ചെയ്തു. 2 മിനിറ്റ് കഴിയും മുൻപ് വാസുകി തിരികെ വിളിച്ചു. കാണാം, ഒറ്റത്തവണ മാത്രം. അവൾ സ്ഥലവും പറഞ്ഞുകൊടുത്തു. കോളാറിലേക്ക് വരുന്ന വഴിക്ക് SP മഹിപാൽ യാദവിനെ രക്ഷിക്കാൻ വേണ്ടി കാളിച്ചരൺ ഇറങ്ങിയ ഫോറസ്റ്റ് ഏരിയ. വാസുകി അപ്രത്യക്ഷയായ അതേ സ്ഥലം. സന്ധ്യയ്ക്ക് തൊട്ടു മുൻപ് കാളി മണിക്കുട്ടനെയും കൂട്ടി യാത്രയായി. വീട്ടിൽ പിറ്റേന്നത്തെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുന്നത് അവൻ കണ്ടില്ലെന്ന് നടിച്ചു. ഇരുൾ വീണു തുടങ്ങിയിരുന്നു. അവർ ഫോറസ്റ്റ് ഏരിയയിലെത്തിയപ്പോൾ എതിർദിശയിലെ കുന്നിൽ അപ്പോഴും വെളുത്ത ഉരുളൻ പാറകളുടെ മങ്ങിയ ദൃശ്യം കാണാമായിരുന്നു. ജീപ്പ് ഒതുക്കി ഇരുവരും ഇറങ്ങി. വാസുകി പറഞ്ഞ അടയാളം കണക്കാക്കി അവർ വനത്തിലേക്ക് കയറി. ചരിഞ്ഞ പ്രദേശത്തുകൂടി മുകളിലേക്ക്. വനമാണെങ്കിലും ഒരു സാധാരണ കശുമാവിൻ്റെ വലിപ്പത്തിനപ്പുറം ഒന്നുമില്ല. നിറയെ ശാഖകളുള്ള മരങ്ങളും കുറ്റിക്കാടുകളും ചെറിയ പാറകളും മാത്രം. അവരുടെ കാൽക്കീഴിൽ കരിയിലകൾ ഞെരിഞ്ഞു. വല്ല പാമ്പോ മറ്റോ കാണുമോ? മണിക്കുട്ടൻ പിറുപിറുത്തു. കാളി മിണ്ടിയില്ല. ഇടയ്ക്കിടെ അവൻ ടോർച്ചെടുത്ത് മിന്നിച്ചു. റോഡിൽ നിന്ന് 200 മീറ്ററോളം അവർ മുകളിലേക്ക് കയറി കാണും. പെട്ടെന്ന് 4 പാട് നിന്നും കരിയിലകൾ അനങ്ങുന്ന ഒച്ച. നടുക്കത്തോടെ കാളിയും മണിക്കുട്ടനും പരസ്പരം പുറം ചേർന്ന് നിന്നു. കാട്ടുമൃഗങ്ങൾ പാഞ്ഞടുക്കുന്നത് പോലെ തോന്നി. ഈശ്വര! മണിക്കുട്ടൻ നെഞ്ചിൽ കൈവച്ചു. കരിയിലകളുടെ അനക്കം ഒരു നിശ്ചിത അകലത്തിൽ നിലച്ചു. പിന്നെ കേട്ടത് ശക്തമായ കിതപ്പ്. കാളിച്ചരൺ ചുറ്റും ടോർച്ച് മിന്നിച്ചു. അവൻ്റെയും മണിക്കുട്ടൻ്റെയും തൊണ്ടയിൽ ഒരാർത്തനാദം കുരുങ്ങി വീണു. 100ഓളം നായ്ക്കൾ. കറുത്തത്. അവ അവരെ വളഞ്ഞ് ആരുടെയോ ആജ്ഞ കാത്ത് നിൽക്കുകയാണ്.
വെളിച്ചമടിച്ചപ്പോൾ അവയുടെ കണ്ണുകളും രക്തവർണ്ണമായ നാവും വെട്ടിത്തിളങ്ങി. കാളിച്ചരൺ. ഇരുളിൽ നിന്ന് വെടിമുഴക്കം പോലെ ഒരു ശബ്ദം. അധ്യായം 8. കാളിച്ചരണും മണിക്കുട്ടനും പൊടുന്നനെ ജാഗരൂകരായി. ഒന്നിലധികം ആളുകളുടെ കാൽപെരുമാറ്റം അവരുടെ കർണപ്പുടങ്ങളിൽ വന്നു വീണു. പെട്ടെന്ന് കണ്ടു. വെളുത്ത മുണ്ടും ഷർട്ടും ധരിച്ച ഒരാൾ, ഒപ്പം 3 ജീൻസുധാരികൾ. വെളുത്ത ചെകുത്താനാണോ? മണിക്കുട്ടൻ മന്ത്രിച്ചു. അതുപക്ഷേ അയാൾ കേട്ടു. അതേടെ മണിക്കുട്ട, ചെകുത്താൻ തന്നെയാ ഞാൻ. ഇപ്പോൾ പക്ഷേ ആ സ്വഭാവത്തോടെയല്ല നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അയാൾ ശിരസിലൂടെ കൈയോടിച്ചുകൊണ്ട് ഒന്ന് ചിരിച്ചു. പാറയിൽ കല്ലുകൊണ്ട് ഉരസുന്നത് പോലെയുള്ള ചിരി. പിന്നെ വന്നതെന്തിനാ? തിരക്കിയത് കാളിയാണ്. എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കാനുണ്ട്. അതിന് ഈ പട്ടികളുടെ പിൻബലം വേണമായിരുന്നോ? മണിക്കുട്ടന് ദേഷ്യം വന്നു. പെട്ടെന്ന് അബദ്ധം പിണഞ്ഞതുപോലെ ജീൻസുധാരികളെ നോക്കി അവൻ അറിയിച്ചു. നിങ്ങളെയല്ല ഉദ്ദേശിച്ചത് കേട്ടോ, ഒറിജിനൽ നായ്ക്കളെയാ. അവരുടെ മുഖം വിളറി. നായ്ക്കൾ. ആ മനുഷ്യൻ പിന്നെയും ചിരിച്ചു. ഇവരെൻ്റെ സൈന്യമാണ്. എൻ്റെ ഏതാജ്ഞയും പാലിക്കും. കാണണോ? കാണണം. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ കടിച്ചു കീറാൻ പറഞ്ഞേ. മണിക്കുട്ടനും ചിരിച്ചു. പക്ഷേ ആ മനുഷ്യൻ്റെ മുഖം മാറി. തമാശ, അതെനിക്കിഷ്ടമാ. പക്ഷേ ഇത്തരം പൊളിച്ചതല്ല. ഇനി നീ മിണ്ടിയാൽ ഇവറ്റകൾ നിന്നെ കടിച്ചു കീറും. അയാളുടെ ശബ്ദത്തിൻ്റെ മൂർച്ചയിൽ മണിക്കുട്ടൻ നിശബ്ദനായി. കരുതലോടെ അയാൾ കാളിചരണൻ്റെ മുന്നിലെത്തി. കഴിഞ്ഞ 2 ദിവസമായി എൻ്റെ ആളുകൾ നിന്നെ നിരീക്ഷിക്കുകയായിരുന്നു. എന്തിന്? ചോദിച്ചുകൊണ്ട് കാളി ടോർച്ചണച്ചു. ഇരുട്ടിലും അയാളുടെ കണ്ണുകളിലെ തിളക്കം അവൻ കണ്ടു. നിന്നോടെനിക്ക് സംസാരിക്കാൻ. ഞാൻ അങ്ങോട്ട് വന്നാൽ ശരിയാവില്ലെന്ന് തോന്നി. അതുകൊണ്ടാ നീ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ആളുകൾ എന്നെ അറിയിച്ചത്. നീ എന്തിനിവിടെ വന്നെന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. അത് നിന്റെ കാര്യം. ഇരുളിൽ നായ്ക്കളുടെ കിതപ്പും ചീവീടുകളുടെ ഒച്ചയും മാത്രം. നിങ്ങളാരാ? കാളി അത് ശ്രദ്ധിച്ചു നിന്നുകൊണ്ട് തിരക്കി. അവനൊരു മരത്തിൽ പിടിമുറുക്കിയിരുന്നു. വേണ്ടി വന്നാൽ ഒന്ന് വട്ടം കറങ്ങി കാലുവീശാൻ. നമ്മൾ തമ്മിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്നാണ് എൻ്റെ ഓർമ്മ. എന്നാൽ എൻ്റെ പേര് നീ കേട്ടുകാണാൻ ഇടയുണ്ട്. ഞാൻ കലിംഗറാവു. കാളിചരണിൻ്റെ ഞരമ്പുകൾ ഒന്ന് വലിഞ്ഞു. അച്ഛൻ്റെ നാവിൽ നിന്ന് ഈ പേര് കേട്ടിട്ടുണ്ട്. തിമ്മക്കയേക്കാളും രുദ്രേഷ് ഗൗഡയേക്കാളും ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന ക്രിമിനൽ. ഖനിത്തൊഴിലാളികളുടെ മരണത്തിൽ ഇയാൾക്കും പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കാളിചരൺ ഒന്നും പുറത്തു പ്രകടിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ പേര് കേട്ടതായി ഞാൻ ഓർക്കുന്നില്ല. സാരമില്ല. കലിംഗറാവു പല്ലമർത്തി. ഇപ്പോൾ കേട്ടല്ലോ. ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് നിന്റെ സഹായം വേണം. നിന്റെ ചങ്കൂറ്റവും ഡ്രൈവിങ്ങിലുള്ള നൈപുണ്യവും. എനിക്ക് സമ്മതമല്ലെങ്കിൽ. കലിംഗറാവു അതിന് മറുപടി പറഞ്ഞില്ല. കാളി പിന്നെയും തിരക്കി. ഞാൻ നിങ്ങളുടെ ഗുണ്ടയാകണമെന്നാണോ? ഏയ്, ഒരിക്കലുമല്ല. അതിനെനിക്ക് 1000 പേരെ കിട്ടും. എന്നാൽ ഇതങ്ങനെയല്ല. എനിക്ക് വേണ്ടി നീയൊരു ജോലി ചെയ്യണം. ആരെയും കൊല്ലാനൊന്നുമല്ല. നീ ചോദിക്കുന്നതാണ് പ്രതിഫലം. 1 കോടി രൂപയാണെങ്കിൽ പോലും. അത് കേട്ട് മണിക്കുട്ടനിൽ നിന്ന് ആശ്ചര്യസൂചകമായ ഒരു ശബ്ദമുയർന്നു. മിഴിച്ചു നിന്നുപോയി കാളിയും. ഇയാളോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണമെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. എന്താ ജോലി? അത്ഭുതമടക്കി കാളിച്ചരൺ തിരക്കി. അതുമാത്രം ഇപ്പോൾ പറയില്ല. കാളിയെക്കൊണ്ട് കഴിയുന്ന ജോലി അത്രയും അറിഞ്ഞാൽ മതി. പെട്ടെന്നൊരു ഉത്തരം വേണ്ട. ആലോചിക്കാൻ 2 ദിവസത്തെ സമയം തരാം. അതിന് ഞങ്ങൾ നാളെ പോകുമല്ലോ. പെട്ടെന്ന് മണിക്കുട്ടൻ്റെ നാവനങ്ങി. അത് സാരമില്ല. പോയില്ലെങ്കിൽ മതി. അല്ലെങ്കിൽ പോയിട്ട് മടങ്ങി വന്ന് ചെയ്താലും മതി. കാളി എന്തു പറയുന്നു? അവൻ ഒരു നിമിഷം മൗനത്തിലായി. ശേഷം പറഞ്ഞു. എനിക്ക് ചിന്തിക്കണം. തൽക്കാലം അയാളെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവന് തോന്നി. ഓക്കെ, യു ക്യാരി ഓൺ. നിങ്ങൾ എന്തിനാണ് വന്നതെങ്കിലും അത് നടക്കട്ടെ. പിന്നെ എനിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന നേരത്ത് തിമ്മയ്ക്കയും രുദ്രേഷ് ഗൗഡയും നിന്നെയോ കുടുംബത്തെയോ തൊടില്ല. ഇതെൻ്റെ വാക്ക്. തുടർന്ന് അയാൾ കന്നഡയിൽ എന്തോ പറഞ്ഞു. കരിയിലകൾ ഇളകി അകലുന്ന ശബ്ദം കേട്ടു. നായ്ക്കൾ മടങ്ങിപ്പോവുകയാണ്. കാളിച്ചരൺ ടോർച്ച് തെളിച്ചു. ഒരു ശബ്ദം അവൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. കലിംഗറാവുവിനെയും അംഗരക്ഷകരെയും കണ്ടില്ല. അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോയതുപോലെ. അയാൾ മന്ത്രവാദിയാണോ? മണിക്കുട്ടൻ ഒരിക്കൽ കൂടി ചുറ്റും നോക്കി. അതുവിട്. ഇന്നിനി വാസുകിയെ കാണാൻ പറ്റുമോന്ന എൻ്റെ സംശയം. കാളിയുടെ ശബ്ദത്തിൽ നിരാശ കലർന്നു. ആ ക്ഷണം അവൻ്റെ ഫോൺ ഇരമ്പി. നീല വെളിച്ചത്തിൻ്റെ മിന്നലിൽ വനം വിഷം പോലെ തിളങ്ങി. വാസുകി. ആഹ്ലാദത്തോടെ കാളി ഫോൺ കാതിലമർത്തി. ഞങ്ങളിങ്ങെത്തി. നീ എവിടെയാ? അവർ പോയോ? വാസുകിയുടെ മറുചോദ്യം വന്നു. പോയി. കാളിയുടെ കണ്ണുകൾ ഒരു വട്ടം കൂടി ചുറ്റുമൊഴിഞ്ഞു. ശ്രദ്ധിക്കണം. ആള് കലിംഗറാവുവാണ്. ഇനി ടോർച്ച് തെളിക്കാതെ വേണം മടങ്ങിപ്പോരാൻ. കാളിച്ചരണിന് കുണ്ഠിതം തോന്നി. അപ്പോൾ നിന്നെ കാണാൻ പറ്റില്ലേ? ഞാൻ നീ വന്ന ജീപ്പിലുണ്ടട കഴുതേ.
അവിടെ അവരുണ്ടെന്നറിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോന്നു. കാളിക്ക് സന്തോഷമായി. ദേ ഞങ്ങൾ വരുന്നു. കോൾ കട്ട് ചെയ്ത് അവൻ മണിക്കുട്ടന് നേരെ തിരിഞ്ഞു. പോകാം. പക്ഷേ അവനെ കണ്ടില്ല. മണിക്കുട്ട, ഞാൻ പോന്നു കഴിഞ്ഞു, നീ വാ. താഴെ ചരിവിൽ നിന്ന് മണിക്കുട്ടൻ്റെ ശബ്ദം കേട്ടു. കരിയിലകളിൽ കാൽ വഴുതാതെ കാളിച്ചരണം താഴേക്കിറങ്ങി തുടങ്ങി. 15 മിനിറ്റ് കൊണ്ട് അവർ 540 അരികിലെത്തി. എന്നാൽ വാസുകി അവിടെ ഉണ്ടായിരുന്നില്ല. അടുത്ത നിമിഷം ചാഞ്ഞു കിടന്നിരുന്ന ഒരു മരത്തിനിടയിൽ നിന്ന് ചീറ്റയുടെ മുരളൽ കേട്ടു. ഞാനിവിടുണ്ട് കാളി. ഒപ്പം വാസുകിയുടെ പതിഞ്ഞ ശബ്ദം. നീ പോയിട്ട് വാ. മണിക്കുട്ടൻ ജീപ്പിൽ കയറിയിരുന്നു. കാളി മരത്തിനടിയിലേക്ക് ചെന്നു. അവിടെയൊരു ചെറിയ പാറയിൽ വാസുകിയുടെ നിഴൽ രൂപം കണ്ടു, ചീറ്റയുടെയും. എടി പാമ്പേ! ആഹ്ലാദത്തോടെ അവൻ അവളുടെ അടുത്തെത്തി. കാളി! അവളിൽ നിന്ന് തേങ്ങൽ പോലെ ഒരു ശബ്ദം കേട്ടു. എന്തു പറ്റി പെണ്ണേ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പാറയിലിരുന്നു. ഒന്നുമില്ലടാ. അവൾ പുറം കൈകൊണ്ട് കണ്ണു തുടച്ചു. ഞാൻ ഒരു നിമിഷം ചിലതൊക്കെ ഓർത്തുപോയി. തവളപ്പാറയിൽ നിന്നുള്ള നമ്മുടെ രക്ഷപ്പെടൽ, പിന്നെ മദാമക്കുളവും പള്ളിക്കുന്നിലെ സെമിത്തേരിയുമൊക്കെ. വാസുകി അവൻ്റെ വിരലുകളിൽ തൻ്റെ വിരൽ കോർത്തു. അല്പനേരത്തേക്ക് അവർക്കിടയിൽ ഒരു മൗനം വന്നു. രണ്ടുപേർക്കും ഒന്നും പറയാൻ കഴിയാത്തതുപോലെ. അവളുടെ ഒരു സ്പർശത്തിൽ, തന്നിലേക്ക് അരിച്ചു കയറി വരുന്ന ഇളം ചൂടിൽ, അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന അന്തസംഘർഷമൊക്കെ ഉരുകിപ്പോകുന്നതായി കാളിക്ക് തോന്നി. സ്നേഹമസൃണമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ചീറ്റ അവനെയൊന്ന് നക്കി. അപ്പോഴാണ് കാളിച്ചരൻ പിടഞ്ഞുയർന്നത്. വാസുകി! അവൾ ഈണത്തിൽ മൂളി. അറിയാമല്ലോ അച്ഛൻ്റെ തീരുമാനം. എന്തു ചെയ്യണം ഞാൻ? മടങ്ങിപ്പോകാതിരുന്നാൽ അച്ഛനും അമ്മയും അപൂർവയും എന്നെ ശപിക്കും. എന്താ നിന്റെ അഭിപ്രായം? ഒരു നിമിഷത്തേക്ക് വാസുകി മറുപടി പറഞ്ഞില്ല. അവൻ്റെ വിരലുകൾ ഓരോന്നായി മടക്കി അവൾ ഞൊട്ടവിട്ടുകൊണ്ടിരുന്നു. ശേഷം പറഞ്ഞു, നീ പോകണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. നിന്റെ മാതാപിതാക്കൾ പറയുന്നത് നേരാ. ഇനിയും നീ ഇവിടെ നിന്നാൽ അത് കൂടുതൽ കുഴപ്പങ്ങളുണ്ടാക്കും. നിനക്കെന്തെങ്കിലും പറ്റിയാൽ അവർക്ക് പിന്നെ ആരുണ്ട്? വാസുകി, നീയും. അവൾ അവൻ്റെ വിരലുകൾ ഒന്ന് മുറുക്കി. നിന്റെ മനസ്സിലെ നീറ്റൽ എനിക്കറിയാമിടാ. ശരിക്കും പറഞ്ഞാൽ ആശമ്മോളെ കൊന്നവരൊന്നും ഇപ്പോൾ ബാക്കിയില്ലല്ലോ. അവൾ പൂർത്തിയാക്കാൻ അവൻ സമ്മതിച്ചില്ല. പക്ഷേ തിമ്മയ്ക്കയും രുദ്രേഷ് ഗൗഡയും ആശമ്മയുടെ മരണത്തിൽ അവർക്കും പങ്കുണ്ടല്ലോ. പിന്നെ എനിക്ക് വേണ്ടിയല്ലേ കനകസഭാപതി രക്തസാക്ഷിയായത്? ഇനിയും വേട്ടയാടാനായി തിമ്മക്കയുടെ മുൻപിലേക്ക് പാവങ്ങളെ വിട്ടിട്ട് പോകണോ ഞാൻ? വാസുകി അവനിലേക്ക് ചാരിയിരുന്നു. കാളി തുടർന്നു. കേരളത്തിൽ ചെന്നാൽ വിശ്വജാലയെ പോലീസ് അറസ്റ്റ് ചെയ്യും. അക്കാര്യം മറ്റാർക്കും അറിയില്ല. വാസുകി മൂളി. ശരിക്കും നീ പെട്ടിരിക്കുക അല്ലേ കാളി? അതെ. അവൻ കൈനീട്ടി ചീറ്റയുടെ ശിരസിൽ തലോടി. ഞാനും മഹിപാൽ സാറും ചേർന്ന് ചില ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ടടി. കാളി ഒന്ന് നിർത്തിയിട്ട് അവളോടൊരു ചോദ്യം ഉന്നയിച്ചു. വിശ്വജാലയെ കുറച്ച് ദിവസം നിന്റെയൊപ്പം നിർത്താമോ? മറ്റുള്ളവരെ നാട്ടിലെത്തിച്ചിട്ട് ഞാൻ മടങ്ങിവരാം. വാസുകി ഒന്ന് ഞെട്ടിയത് സ്പർശനത്തിൽ നിന്ന് അവനറിഞ്ഞു. സ്വയം പുച്ഛിക്കുന്നത് പോലെ അവൾ ചിരിച്ചു. കാളി, ഞാൻ നിൽക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയാമോ? ഒരു അഗ്നിപർവ്വതത്തിനു മുകളിലാ. ഒരിക്കൽ ഞാൻ എല്ലാം പറയാം. ഇപ്പോൾ ഒരാളെ കൂടെ കൂട്ടാൻ കഴിയില്ലെനിക്ക്. ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയല്ല. എൻ്റെ അവസ്ഥ അതാണ്. അപ്പോൾ കാളിയുടെ ശബ്ദം ചിലമ്പി. നീ പോകണം. വിശ്വജാലയെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം വീണു കിട്ടും. കാളിചരണിന് ശബ്ദിക്കാനായില്ല. തിമ്മക്കയുടെ ബംഗ്ലാവ്. രാത്രി കനത്തു തുടങ്ങിയിട്ടും അവിടെ രുദ്രേഷ് ഗൗഡയും ഉണ്ടായിരുന്നു. കേട്ടത് സത്യമാണല്ലോ രുദ്രേഷ്. തിമ്മക്ക ഒരു ഗ്ലാസ്സിലേക്ക് കോണിയാക്ക് പകുതിയോളം ചരിച്ചു. അതിലേക്ക് ഒരു പിടി ഐസ് ക്യൂബ് വാരിയിട്ട് ഒരിറക്ക് അകത്താക്കി. പരമസത്യം. നാഗരാജനും കുടുംബവും നാളെ രാവിലെ കോളാർ വിടും. വിടില്ല രുദ്രേഷ്. ശവമായിട്ടല്ലാതെ ഒരു ജീവിയെപ്പോലും അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ തങ്കം മരിച്ചു കിടന്ന സയനൈഡ് ഹില്ലിൽ വെച്ച് ഞാൻ സ്വയം കുത്തിമരിക്കും. തിമ്മക്ക അട്ടഹസിച്ചു. അവരുടെ മുഖവും കണ്ണുകളും ഒരുപോലെ രക്തവർണമായി. മക്കൾ 3 പേരും ഭീതിയോടെ അമ്മയെ നോക്കി. ഒറ്റവലിക്ക് ഗ്ലാസ്സിൽ അവശേഷിച്ചത് മുഴുവൻ അകത്താക്കി തിമ്മക്ക. തുടർന്ന് ശക്തിയിൽ ഗ്ലാസ് ടീപ്പോയിൽ വെച്ചു. അലിയാതെ അതിലുണ്ടായിരുന്ന ഐസ് ക്യൂബുകൾ മുകളിലേക്ക് തെറിച്ചു ചിതറി. അവർ വെട്ടിത്തിരിഞ്ഞ് ശബ്ദമുയർത്തി. അപ്പാജി! മിന്നൽ വേഗത്തിൽ പുതിയ PA മുന്നിലെത്തി. മാഡം. രുദ്രേഷ് ഗൗഡ അയാളെ സൂക്ഷിച്ചു നോക്കി. തിമ്മക്ക പരിചയപ്പെടുത്തി. ഇതെൻ്റെ പുതിയ PA. ഇവിടുത്തെ IG-യുടെ പേര് തന്നെയാ ഇവനും. രുദ്രേഷ് ഗൗഡ തലകുലുക്കി. അപ്പാജി. തിമ്മക്ക കൽപ്പിച്ചു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു കാളിചരണിനെയും അവൻ്റെ കുടുംബത്തെയും കുറിച്ച്. നാളെ അവർ കോളാർ വിടുന്നെന്ന്. അത് പാടില്ല. യെസ് മാഡം, അവർ പോകില്ല. അപ്പാജി ഉറപ്പിച്ചു പറഞ്ഞു. തിമ്മക്ക തുടർന്നു. മാർഗം നിനക്ക് തിരഞ്ഞെടുക്കാം. പക്ഷേ നീ ആരെയും കൊല്ലരുത്. അതിനുള്ള അവകാശം എനിക്ക് മാത്രം. നിനക്ക് വേണമെങ്കിൽ അവരെ ചതയ്ക്കാം.
തൊണ്ടുപോലെ. സ്വതേ നിർജീവമായ അപ്പാജിയുടെ കണ്ണുകൾ കുറെ കൂടി ചലനമറ്റതായി. എനിക്ക് തുടങ്ങാമല്ലോ മാഡം? ഷുവർ. നിന്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, മറക്കണ്ട. തല കുലുക്കിക്കൊണ്ട് അപ്പാജി കനത്ത ചുവടുകളോടെ പുറത്തേക്ക് നടന്നു. വാസുകിയുടെ അടുത്ത് നിന്ന് കാളിചരണം മണിക്കുട്ടനും പോയത് SP മഹിപാൽ യാദവിൻ്റെ അടുത്തേക്കാണ്. അയാളോട് പറയാതെ താൻ കോളർ വിട്ടാൽ അത് നന്ദികേടായിരിക്കുമെന്ന് കാളിക്ക് തോന്നി. തന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് മഹിപാൽ യാദവ്. കോളിംഗ് ബെൽ അമർത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മഹിപാൽ യാദവ് വാതിൽ തുറന്നു. മുന്നിൽ അവനെ കണ്ട് അയാൾ അത്ഭുതം കൂറി. എന്തടാ ഈ നേരത്ത്? വാ, അകത്തിരുന്ന് സംസാരിക്കാം. മറ്റുള്ളവരൊക്കെ ഉറക്കമല്ലേ? നമുക്കിവിടെ ഇരിക്കാം സാർ. അവർ സിറ്റൗട്ടിൽ നിന്നു. എങ്കിലിരിക്ക്. മഹിപാൽ ഒരു കസേരയിലിരുന്നു. അവനും. മണിക്കുട്ടൻ ജീപ്പിൽ തന്നെ ഇരുന്നതേയുള്ളൂ. നീ കാര്യം പറ. എന്തായാലും ഗൗരവമുള്ളതാണെന്ന് എനിക്കറിയാം. അയാൾ അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കാളിചരൺ കാര്യം പറഞ്ഞു. നന്നായി. നിന്റെ അച്ഛനമ്മമാർക്ക് കുറച്ചുകൂടി നേരത്തെ ഇത് ചെയ്യാമായിരുന്നു. മഹിപാലിൻ്റെ മറുപടി കേട്ടപ്പോൾ കാളി നിരാശനായി. പോകാതിരിക്കാൻ എന്തെങ്കിലും ഉപായം അയാൾ നിർദ്ദേശിക്കുമെന്നായിരുന്നു അവൻ്റെ കണക്കുകൂട്ടൽ. ആ പ്രതീക്ഷയും പോയി. ഒരിക്കൽ അവർ പോകാൻ ശ്രമിച്ചപ്പോഴുണ്ടായ പുകിൽ സാറിന് അറിയാമല്ലോ. അവൻ ഓർമ്മപ്പെടുത്തി. അന്ന് പക്ഷേ നിങ്ങൾ രുദ്രേഷ് ഗൗഡയുടെ കടക്കാരനായിരുന്നു. ഇന്ന് അങ്ങനെയല്ലല്ലോ. ആ പണം കാളി കൊടുത്തില്ലേ? മാത്രമല്ല, ആരെങ്കിലും തടയാൻ വന്നാൽ അവരെ പ്രതിരോധിക്കാൻ ചാവേറിൻ്റെ രൂപത്തിലായാലും ഞാൻ ഉണ്ടാവും. കാളിക്ക് ഇനി എന്തു പറയണമെന്നറിയില്ല. നീ ധൈര്യമായിട്ട് പോടാ. എല്ലാം നല്ലതിനാണെന്ന് കരുതുക. പക്ഷേ വിശ്വജാല കേരളത്തിലെത്തിയാൽ? അവൻ അടുത്ത തടസ്സം പറഞ്ഞു. നീ കഴിവുള്ളവനല്ലേ? അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം എന്ന പക്ഷക്കാരനാ ഞാൻ. അതല്ലെങ്കിൽ നീ സത്യം തെളിയിച്ച് പോലീസിനെ ബോധ്യപ്പെടുത്തണം. അതുവരെ എവിടെയെങ്കിലും അവളെ ഒളിപ്പിക്കണം. തൽക്കാലം അതിനുള്ള സങ്കേതം ഞാൻ ഒരുക്കിത്തരാം. ഇവിടെ നിൽക്കാനുള്ള എല്ലാ വാതിലുകളും അടഞ്ഞത് കാളിചരൺ മനസ്സിലാക്കി. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സർ. ശരി, ഗുഡ് നൈറ്റ്. രാവിലെ നിന്നെ യാത്രയയക്കാൻ ഞാനും ഉണ്ടാവും അവിടെ. മഹിപാൽ യാദവ് അവൻ്റെ കരം കവർന്നു. പിന്നെ എന്നും നീ പത്രമൊന്ന് നോക്കിക്കോണം. എപ്പോഴാ എൻ്റെ നെഞ്ചിൽ ബുള്ളറ്റ് തറഞ്ഞതെന്ന്? സർ. കാളിചരണിന് സങ്കടമായി. മഹിപാൽ പക്ഷെ ചിരിച്ചു. ചുമ്മാതെ പറഞ്ഞതാടാ ഞാൻ വീഴുന്നെങ്കിൽ അതിനു മുൻപ് പലരെയും വീഴ്ത്തിയിരിക്കും. നീ പോയി സുഖമായി ഉറങ്ങ. മഹിപാൽ അവനെ യാത്രയാക്കി. ജീപ്പ് കയറ്റുകടന്നു പോയപ്പോൾ അറിയാതെ അയാളുടെ കണ്ണുകൾ നനഞ്ഞു. എന്നാൽ പെട്ടെന്നോർത്തതുപോലെ അയാൾ അകത്തുപോയി സെൽഫോൺ എടുത്ത് കാളിയെ വിളിച്ചു. നിങ്ങൾ പോകുന്ന വിവരം പലരും അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ രാത്രി നീയും മണിക്കുട്ടനും വീട്ടിനുള്ളിലേ കിടക്കാവൂ. ശരി സാർ. കാളിയുടെ ശബ്ദം കേട്ടപ്പോൾ ആശ്വാസത്തോടെ അയാൾ കോൾ മുറിച്ചു. കാളി വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അവനെ കാത്തിരിക്കുകയായിരുന്നു. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു കഴിഞ്ഞിരുന്നു. വിശ്വജാല ചോദ്യഭാവത്തിൽ കാളിയെ നോക്കി. അവനൊന്നും പറഞ്ഞില്ല. എല്ലാവരും കിടന്നു. കാളിയും മണിക്കുട്ടനും നാഗരാജനും മുന്നിലെ മുറിയിൽ, മറ്റുള്ളവർ അകത്ത്. പുലർച്ചെ 5 മണി. നാഗരാജൻ ഉണർന്നു. അയാൾ മറ്റുള്ളവരെ വിളിച്ചുണർത്തി. വേഗം ഒരുങ്ങണം. കാളിചരൺ മുന്നിലെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു. കഴിയുന്നില്ല. പുറത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു. ആപത്ശങ്കയോടെ അവൻ അടുക്കള ഭാഗത്തെ വാതിൽക്കലേക്കോടി. അതും തുറക്കാനാവുന്നില്ല. പെട്ടെന്ന് മഴ പെയ്യുന്നതുപോലെ വീടിന് മുകളിൽ എന്തോ വീഴുന്ന ഒച്ച, ഒപ്പം വെടിമരുന്നിൻ്റെ ഗന്ധവും. കാളിചരൺ ഞെട്ടിത്തെറിച്ച് മണിക്കുട്ടനെ നോക്കി. അടുത്ത ഭാഗം നാളെ.